ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിൽ വർണ്ണിച്ചത് ഒരധ്യായമാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. സച്ചിദാനന്ദരൂപായ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം എന്താണ്? അതാണ് ഭാഗവതത്തിലും ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് സ്വരൂപലക്ഷണം എന്നാണ് പറയുക. സ്വരൂപലക്ഷണം എന്താണ് ഭഗവാന്റെ സ്വരൂപം? ഇപ്പൊ വേദങ്ങളിലൊക്കെ എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കുന്നത്? നേതി നേതി അതത്യജ, അതും അല്ല ഭഗവാൻ, അതും അല്ല ഭഗവാൻ, അതും അല്ല ഭഗവാൻ എന്നേ പറയാൻ പറ്റൂ. ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണത്? യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്ക് നിശ്ചലമാവുന്ന സമയത്താണ് ഭഗവാന്റെ സ്വരൂപം ആരംഭിക്കുക. വാക്ക് എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോഴേ ഭഗവാന്റെ രൂപം ആരംഭിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തിനെ ആർക്കാ വർണ്ണിക്കാനായിട്ട് സാധിക്കുക? ആ രൂപത്തിനെയാണ് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിലും അതേ രൂപത്തിനെ തന്നെയാണ് ഭാഗവത മഹാത്മ്യത്തിലും വർണ്ണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ എന്തൊക്കെ പറയുന്നുവോ അതാണ് ഭാഗവത മഹാത്മ്യത്തിലും വർണ്ണിക്കുന്നത്, അല്ലേ? ഒരാളുടെ മഹാത്മ്യം പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അയാളെ പറ്റി നന്നായിട്ട് പഠിക്കണം. അയാൾക്ക് എന്തൊക്കെ ഉണ്ട്, അയാളെ കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും, അല്ലേ? അയാളെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഇതേപോലെ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഗുണം? ആർക്കാണ് ഭാഗവതം കേൾക്കാനായിട്ട് സാധിക്കുക? അതാണ് ഭാഗവത മഹാത്മ്യമായിട്ട് ഇവിടെ 6 അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത്. സച്ചിദാനന്ദരൂപായ, സത്ത് ചിത്ത് ആനന്ദം. സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപം അത് സത്താണ്. സത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നും നിലനിൽക്കുന്നത്, അല്ലെ? എന്നും നിലനിൽക്കുന്നതിനാണ് സത്ത് എന്ന് പറയുക. സത്തായിട്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലൊക്കെ എന്താ സത്തായിട്ടിരിക്കുന്നത്? അത് ജീവാത്മാവാണ്, ഭഗവാനാണ്. ആ ഈശ്വരൻ ആണ് എൻ്റെ രൂപം എന്ന് മനസ്സിലാക്കണം. അപ്പം അനവധി മഹാവാക്യങ്ങളെ ഉപനിഷത്തുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി. അതിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള പരമമായിരിക്കുന്ന ആ പദത്തിലേക്കാണ്, ആ മഹാവാക്യത്തിലേക്കാണ് നമ്മളെ ഭാഗവതം കൂട്ടിക്കൊണ്ടുപോണത്. അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളതിനെ മനസ്സിലാക്കി തരുന്നു. ഇപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ പിന്നെ ഇഹലോകമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ പദത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോണ എന്ത്? സത്ത് ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. ഇപ്പം 2 തരത്തിലാണ് ശാസ്ത്രങ്ങൾ എന്ന് പറയും. ഒന്ന് അസത് ശാസ്ത്രം, മറ്റൊന്ന് സത് ശാസ്ത്രം. അസത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസത്ത് പറഞ്ഞാൽ നാളത്തേക്ക് ഇല്ലാതാവുന്നത്, രൂപമാറ്റം സംഭവിക്കുന്നത്, ഇന്ന് കണ്ടതല്ല നാളെ, അല്ലേ? ഇന്നലെ കണ്ട ആൾക്കാരാണോ നമ്മൾ ആലോചിച്ച് നോക്കൂ. അതല്ല, പെട്ടെന്ന് മനസ്സിലാവില്ല. അരമണിക്കൂർ മുന്നേ ഇവിടെ വന്നിരുന്ന ആളാണോ നമ്മൾ? അതല്ല. മുത്തശ്ശി താൻ മുട്ടുകുത്തി നടക്കുന്ന ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുക, അല്ലേ? 90 വയസ്സായ മുത്തശ്ശി, 90 വയസ്സായ മുത്തശ്ശി തൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആൽബം എടുത്ത് ഇങ്ങനെ മറയ്ക്കുക. എന്തായിട്ട് മുത്തശ്ശിക്ക് ആൽബം മറയ്ക്കാൻ സാധിക്കണില്ല. എന്തൊരു സൗന്ദര്യമായിരുന്നു ഭഗവാനായിരിക്കും. കല്യാണമാല എടുത്ത് നിൽക്കണ ഒരു ഫോട്ടോ, അങ്ങേരുടെ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും വയ്യാട്ടോ. തല താഴ്ത്തി നിൽക്കുന്ന വേറൊരു ഫോട്ടോ, കാലുകൊണ്ട് ഹാന്ന് എഴുതുന്ന ഫോട്ടോ വേറെ, റാന്ന് എഴുതുന്ന ഫോട്ടോ വേറെ, അല്ലേ? അപ്പോഴോ ഇപ്പം കണ്ണാടിയിൽ നോക്കിയാലോ, ഇപ്പം കണ്ണാടിയിൽ നോക്കിയാൽ കണ്ണാടി കുത്തി പൊട്ടിക്കാനാ തോന്നുക. ഈ രൂപമാറ്റം പെട്ടെന്ന് വന്നതാണോ? അതല്ല, സാവധാനത്തിൽ അങ്ങനെ, അല്ലേ? അപ്പോൾ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്.
അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു തരുന്ന ശാസ്ത്രഗ്രന്ഥത്തിനാണ് എന്ത് പറയുക? അസത് ശാസ്ത്രം. എന്നാൽ ഒരു മാറ്റവുമില്ലാതെ എന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നത് എന്താണ്? അത് സത്താണ്. അതാണ് സത് ശാസ്ത്രം. ഇപ്പം ഏത് ശാസ്ത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്? ഏത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ? എന്നും നിലനിൽക്കുന്നത് എന്താണ്, അതിനെ പറ്റി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. മറ്റതൊക്കെ വ്യാവഹാരിക സത്യമാണ്, വ്യവഹാരത്തിൽ സത്യമാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് നിൽക്കുക, അത്രയേ ഉള്ളൂ. ഓരോരോ കാര്യങ്ങൾ എങ്ങനെ സാധിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ ഓരോ ഇഷ്ടങ്ങൾ, നാവിൻ്റെ ഇഷ്ടം, കാതിൻ്റെ ഇഷ്ടം, കണ്ണിൻ്റെ ഇഷ്ടം, ഇതൊക്കെ സാധിക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടുന്നതല്ലാതെ അല്ലേ? ഇപ്പോൾ നമ്മളൊരു മുറി വാടകയ്ക്ക് എടുത്തു വിചാരിക്കാം, എത്രത്തോളം കാലം അവരുടെ അടുത്ത് നമ്മളങ്ങനെ നിൽക്കും അല്ലേ? അവരുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടണം. റൂം പോയി വന്നു കഴിഞ്ഞാൽ നമുക്കെന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ അയാളോട് ചോദിച്ച് വാങ്ങണത് പോലെ അത് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ കിട്ടിയില്ല വെച്ചാൽ ദുഃഖമാവും. ഇതേപോലെയാണ് നമ്മളുടെ ജീവിതം. ഒരു വലിയ വാടകക്കാരാണ് നമ്മൾ എന്നുള്ള ഒരു ബോധം ഉണ്ടാവണം. എപ്പോഴാ ഇവിടുന്ന് യാത്രയാവാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റില്ല അല്ലേ? ഒരാൾക്കും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പഠിക്കേണ്ടത് അസത് ശാസ്ത്രത്തിനല്ല, സത് ശാസ്ത്രത്തിനെ പഠിക്കണം. അതാണ് ആദ്യത്തെ 2 അക്ഷരങ്ങളിലൂടെ ഭാഗവത മഹാത്മ്യത്തിനെ തന്നെ നമ്മളോട് ഇതാ ബോധിപ്പിക്കുന്നത്. സത്താണ് ഭഗവാൻ. സത്തിനെ പറ്റിയിട്ടാണ് ഇതാ ഇവിടെ വർണ്ണിക്കുന്നത്. സച്ചിദാനന്ദരൂപായ. ചിത്താണ് ഭഗവാൻ. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാ ചിത്ത് പറയുക? ചൈത്യൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനാണ് ചിത്ത് എന്ന് പറയുക അല്ലേ? ചൈത്യൻ എവിടെയാണോ ഇരിക്കുന്നത്, പ്രകാശം, നമ്മളൊക്കെ പ്രകാശം എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് നമ്മളിലൊക്കെ പ്രകാശം ഇരിക്കുന്നത്? ചിത്തത്തിലാണ്. ചൈത്യൻ ഇരിക്കുന്നതായ സ്ഥലം, അതിനാണ് ചിത്തം എന്നതാ പറയുക. ഒരാൾക്ക് 5 ശരീരമാണ് എന്ന് പറയും. 5 ശരീരമാണ് ഒരാൾക്ക് അല്ലേ? ഉപനിഷത്തുകളൊക്കെ വർണ്ണിക്കണം. അന്നമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, മനോമയ കോശം, ആനന്ദമയ കോശം. അങ്ങനെ ആനന്ദമയ കോശത്തിൽ സ്ഥിതി ചെയ്യുന്നതായ ആ ചൈത്യനാണ് ഞാൻ, ആ ഭഗവാനാണ് ഞാൻ. അഹം ബ്രഹ്മാസ്മി, ഈശ്വരനാണ് ഞാൻ. ആ ഭഗവാനോ എന്തെങ്കിലും നാശം ഉണ്ടോ? നാശമില്ല, അത് സത്താണ്. ചിത്തത്തിലിരിക്കുന്നത് സത്തായിട്ടുള്ളതാണ്, എന്നും നിലനിൽക്കുന്നതാണ്, അതിന് യാതൊരു നാശവും ഇല്ല. ഇതിൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ശരീരം കൊണ്ട് ഓരോ തരത്തിലുള്ള ഉപാസനകളൊക്കെ നടത്തും. ഭഗവാന്റെ അടുത്തേക്ക് കണ്ണുകൊണ്ട് ഭഗവാനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നന്നായി. കാലുകൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാൻ സാധിച്ചാൽ നന്നായി. നാവ് കൊണ്ട് ഭഗവാനെ ഉപാസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഗുണം അതേ ഉള്ളൂ അല്ലേ? സത്ത്, ചിത്ത്, ആനന്ദം. ആനന്ദമാണ് ഭഗവാന്റെ രൂപം. ആനന്ദത്തിനൊരു പ്രത്യേക രൂപം പറയാൻ പറ്റുമോ അല്ലേ? ആനന്ദത്തിന് എന്ത് രൂപ? അത് കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. അനുഭവിച്ചറിയാം വേണമെന്നുണ്ട് വെച്ചാൽ. അനുഭവിച്ചറിയാൻ സാധിക്കണു. ഏത് അനുഭൂയതേ തത് പ്രമാണ എന്ന് പറയും. എന്താ പ്രമാണം? അനുഭവം ഉണ്ടോ, അതാണ് ഏറ്റവും വലിയ പ്രമാണം എന്ന് പറയും. അനുഭവിക്കാൻ സാധിച്ചാൽ മതി. അനുഭവിക്കാൻ സാധിക്കുന്നില്ല വെച്ചാലോ ആരെങ്കിലും പ്രമാണമായിട്ട് കരുതുമോ? അതില്ല. അനുഭവം ഉണ്ടാവണം ജീവിതത്തിൽ. എന്നാൽ അവർ പിന്നെയും ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരും. ഈശ്വരനെ ഉപാസിക്കുന്ന സമയത്ത് ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ അങ്ങനെ നമ്മളെ ജീവിതത്തിലേക്ക് അങ്ങനെ കയറി വരും. അതാണ് ആനന്ദം. ആ ആനന്ദത്തിനൊരു പ്രത്യേക രൂപം ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എന്നാൽ ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്ന സമയത്തൊക്കെ ഇനി ഭാഗവതത്തിലെന്നല്ല, നാരായണീയത്തിലാണിച്ചാലും എങ്ങനെയാ വർണ്ണിക്കുന്നത്? ആനന്ദരൂപ ഭഗവൻ ദേവതാര അല്ലേ? ആനന്ദരൂപ. ആനന്ദരൂപ എന്നാണ് ഭഗവാനെ വിളിക്കുക. ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് ആനന്ദമാണ്. ആ ആനന്ദം അറിയണമെന്ന് വെച്ചാൽ എന്ത് വേണം? ആനന്ദത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇരിക്കണം. എത്രത്തോളം അടുത്തേക്ക് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ആനന്ദം അനുഭവിക്കാം. ആ ആനന്ദത്തിനെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് എന്ത് തന്നത്? കണ്ണ് തന്നത്, കാല് തന്നത്, മൂക്ക് തന്നത്, നാവ് തന്നത്. കേവലാനുഭവാനന്ദ സ്വരൂപ. കേവലം ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. ആ ആനന്ദത്തിനെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട്
ഭഗവാൻ നമുക്ക് എന്ത് തന്നു? സർവബുദ്ധി ദൃക്ക്. കണ്ണായാലും ശരി, ബുദ്ധിയായാലും ശരി, ഇനി എന്തായാലും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് തന്നത്? ഈ ആനന്ദത്തിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ. ഈ ലോകത്തിന് മുഴുവനും എന്താണോ കാരണമായിട്ടുള്ളത്, ഈ ലോകത്തിൻ്റെ മുഴുവനും കാരണം എന്താണ്? കാര്യം പലതായിരിക്കാം, കാരണം ഒന്നായിരിക്കും, അല്ലേ? കാരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം, കാരണത്തിനാണ് ചികിത്സിക്കേണ്ടത് എന്ന് പറയും, അല്ലേ? മഴ എങ്ങനെ പെയ്തു, ഇപ്പം കണ്ടുവല്ലോ, മഴ പെയ്തു, അല്ലേ? മഴ പെയ്ത സമയത്ത് വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. പിറ്റേ ദിവസം വൈകുന്നേരം അത് 7 മണിയായപ്പോൾ മഴ പെയ്തു. അപ്പം അമ്മ എന്ത് ചെയ്തു? ഒരു പാത്രം എടുത്ത് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അതേ മഴ പെയ്യേണ്ട ഒരു പാത്രം എടുത്ത് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം മഴ പെയ്തു, ഒരു പാത്രം എടുത്ത് വെച്ചു. എന്നും ഇങ്ങനെ പാത്രം എടുത്തൊക്കെയാണോ വേണ്ടത്? അതല്ല. എവിടുന്നാ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ആലോചിച്ച് ഓട് മാറ്റണം. ഓട് പൊട്ടിയതാണ് കാരണം. ഓട് പൊട്ടിയത് മാറ്റിയാൽ മതി, എന്നാൽ പിന്നെ ചോർച്ച ഉണ്ടായിരിക്കില്ല. അപ്പം ഇതിനൊക്കെയുള്ള കാരണം എന്താണ്? ജന്മാദ്യസ്യയത അന്വയാദിതരതശ്ച അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അസ്യ ജന്മാദി, ഇന്ന് ഈ കാണുന്നതായിരിക്കുന്ന ലോകത്തിനൊക്കെ എന്താണ് കാരണം? അതെങ്ങനെയാ മനസ്സിലാക്കുക? ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട്. അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ഈ ലോകത്തിനെ നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് പറയും. അന്വയയുക്തി, വ്യതിരേകയുക്തി എന്ന് പറയും. അന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക, വ്യതിരേകം എന്ന് പറഞ്ഞാലോ വേർതിരിയുക. ഇത് രണ്ടും ആണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, സംഹാരവും ഉണ്ട്, അല്ലേ? ഇങ്ങനെ ഉണ്ടാവുന്നു, അത് നിലനിൽക്കുന്നു, അതങ്ങനെ വളരുന്നു, കുറേ മാറ്റങ്ങൾ സംഭവിച്ച് അവസാനം അങ്ങോട്ട് ഇല്ലാതാവുന്നു. അതല്ലേ കണ്ടുകൊണ്ടിരിക്കണത്? ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി അങ്ങനെ കമന്ന് കിടന്നു, അത് കഴിഞ്ഞടിച്ചാൽ പിന്നെ മലന്ന് കിടന്നു, കമന്ന് കിടന്നു, മുട്ടൂത്തി പിടിച്ചതാ നടന്നു. അവിടേക്ക് കാലിലിടാനുള്ളത് എവിടെയാ? കൊണ്ടൊരു മനുഷ്യാന്ന് പറഞ്ഞു, ഭാര്യ കൊണ്ടുപോയി കൊടുത്തു, പാദസരം. അതെ, കുറച്ചും കൂടിയൊക്കെ അങ്ങനെ വളർന്നതോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയണതൊക്കെ കിട്ടി. പിന്നെ എന്തൊരു ഓട്ടാന്നറിയില്ല, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. കല്യാണം കഴിഞ്ഞു, പിന്നെ കുട്ടികളായി, കുട്ടികളെയും കൂടിയും കണ്ടാൽ സന്തോഷമായി. ഭഗവാനെ എന്നങ്ങനെ വിചാരിച്ച് നടക്കണതിൻ്റെ ഇടയ്ക്ക് എന്തായി കഴിഞ്ഞു? തമോരൊന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ഭക്ഷണം എടുക്കാൻ, ചായ എടുക്കാൻ ക്ലാസ് അങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ, അല്ലേ? അങ്ങോട്ട് കൊണ്ടുവരണ്ട, അതിൻ്റെ മുന്നേ കഴിഞ്ഞു. അതാ മാതൃഭൂമി പേപ്പറിൽ 3ാമത്തെ കോളത്തിലെ ഫോട്ടോ. സന്തോഷമായി. തമോരൊന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയേണ്ടതിനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. അപ്പം അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ഈ ലോകത്തിനെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതെന്നും നിലനിൽക്കുന്നതല്ല. അടുത്ത വീട്ടിലുള്ള ആൾക്കാർ മരിക്കുമ്പോൾ തൻ്റെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ഒരു ഭാഗത്താക്കി ഇവിടുന്ന് യാത്രയാവുമ്പോൾ ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അങ്ങനെ അനുഭവിച്ച് ഉരണകവൽ സംരക്ഷ്യമാണ്. ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കണം. ഉരണകവൽ സംരക്ഷ്യമാണ്, ഉരണകത്തിനെ പോലെയെന്ന്, അല്ലേ? കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആടിന് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാ? ആ കുട്ടിയെ ഇങ്ങനെ നന്നായിട്ട് നോക്കി ഏതെങ്കിലും ചെന്നായിക്കാൾ വരുന്നുണ്ട് വെച്ചാൽ, ഉപദ്രവിക്കുന്ന ഏതെങ്കിലും ജീവജാലങ്ങൾ വരുന്നുണ്ട് വെച്ചാൽ പിന്നെ അതിനെങ്ങനെ രക്ഷിച്ച് അവസാനം ഈ അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെന്നായ വന്ന് ആടുംകുട്ടിയെ കടിച്ചു കൊണ്ടുപോകുന്നത് പോലെ അമ്മ കുട്ടികളെ നോക്കി വളർത്തി കൊണ്ടുവന്ന്, നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കണുണ്ടോ ആലോചിച്ച് നോക്കൂ, അല്ലേ? ഇതിങ്ങനെ സ്നേഹം കൂടാതല്ലാതെ ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിതം ഇല്ലാതായിട്ട് തീരുന്നു. ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടും നമ്മൾ എന്ത് മനസ്സിലാക്കണില്ല? ഇതല്ല കേട്ടോ വേണ്ടത്, അല്ലേ?
ഇതല്ല വേണ്ടതെന്ന് ആരും മനസ്സിലാക്കണില്ല. പിന്നെ എന്താ ആഗ്രഹം? ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു. പണ്ടൊരിക്കലും സപ്താഹത്തിന് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ അങ്ങനെ നേരെ മുന്നിൽ തന്നെയാണ് കിടക്കാനുള്ള സ്ഥലമൊക്കെ. അപ്പോൾ 4:30 മണിക്ക് പാട്ട് വയ്ക്കും. പാട്ട് വയ്ക്കണ ആരൊക്കെയുള്ള ക്ലർക്ക്, അയാൾ ഈ സ്വിച്ചിൻ്റെ താഴെ തന്നെയാണ് കിടക്കുക. അയാൾക്ക് രാവിലെ 4:30 ആയിട്ട് വെച്ചാൽ അയാൾ അലാറം വയ്ക്കും, പുതപ്പ് മുഖത്തു നിന്നും മാറ്റും, കയ്യിൻ്റെ കൊടുത്തുള്ള സ്വിച്ച് അങ്ങോട്ട് ഇടേ വേണ്ടു. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ പാടിക്കോളും. പിന്നെ അയാൾ കിടന്നുറങ്ങും. അയാൾ നല്ല ലോകത്ത് ആരും ഈ പാട്ടൊന്നും കേൾക്കില്ല. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ കുറേ വയസ്സായ ആൾക്കാർക്കൊക്കെ അറിയാം, പണ്ട് ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ CD ഇതൊന്നുമല്ല അല്ലേ. അങ്ങനെ ഒരു തിരിയുന്ന ഒരു സാധനമുണ്ട്, അതങ്ങനെ. അപ്പോൾ ഒരുവിധ അമ്പലത്തിലാണെന്ന് വെച്ചാൽ നേരെയാക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പം അത് കേട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്, നേരത്തെ എന്താണോ പാടിയത് അത് തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ പാടും. പിന്നെ ഇയാൾ ഉണർന്ന് എഴുന്നേറ്റ് പോയി അത് നേരെ എടുത്തേക്കണം, അപ്പോഴേ രണ്ടാമത്തെ വരി പാടും. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി. അല്ലേ, ഇത് കഴിയണില്ല. ഇതിൻ്റെ അടിക്ക് ലോകത്ത് ഇങ്ങനെ എന്നാ അതിന് എന്തെങ്കിലും സുഖമുണ്ടോ ആലോചിച്ച് നോക്കൂലേ. ഇതൊക്കെ ദുഃഖമാണ്. ഒരു കുട്ടി ഉണ്ടായി, കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണ സമയത്ത് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ മനസ്സിലെത്തി. ആലോചിച്ച് നോക്കൂലേ, കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണ സമയത്ത് ഒരു 10ാം ക്ലാസ്സിലായി കഴിഞ്ഞാലോ കോളേജിലേക്ക് പോയി കഴിഞ്ഞാലോ ഇതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് കൊടുത്തു, എന്നാ സമാധാനം ഉണ്ടോ ആലോചിച്ച് നോക്കുക. എവിടെ സമാധാനം? ഒരു സമാധാനം ഇല്ല, അതായിട്ട് അറിയാം. എന്നാലും ഈ ദുഃഖം അനുഭവിക്കണം എന്നാ പിന്നെയും പിന്നെ ആഗ്രഹം ആൾക്കാർക്ക്. ദേവേന്ദ്രൻ്റെ ഭാര്യയും കൂടി എരുമേൻ്റെയും പോത്തിൻ്റെയും രൂപം സ്വീകരിച്ച് ഭൂമിയിലെത്തിയത്രേ. എന്നിട്ട് അവരങ്ങനെ ചളിവെള്ളത്തിൽ അങ്ങനെ സുഖമായിട്ട് ചളിയിലങ്ങനെ കിടക്കുമ്പോൾ മറ്റുള്ള ദേവന്മാർ വന്ന് പറഞ്ഞു, എന്താ ദേവേന്ദ്ര നീ ഇനി ഇങ്ങനെ ഈ ചളിവെള്ളത്തിൽ കിടക്കണോ? നിനക്ക് ഇവിടുന്ന് ദേവലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സുഖം അനുഭവിക്കാം. എരുമയും പോത്തുമായിട്ട് കിടക്കണ ദേവേന്ദ്രനും ഭാര്യ എന്താ പറയണത് അറിയോ? ഞങ്ങൾക്ക് ഇവിടെ തന്നെ കിടക്കണം എന്ന് ആഗ്രഹം. അതന്നെ, ഇതല്ലേ മനുഷ്യന്മാരുടെ സ്ഥിതി അല്ലേ? ഈ ദുഃഖം അങ്ങനെ അനുഭവിക്കണം എന്ന് വെച്ചാൽ ഇത് തന്നെ സത്യം 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 എന്നങ്ങോട്ട് വിചാരിച്ച് നമ്മൾ വേണ്ടതിനെ ജീവിതത്തിൽ അതാ മറക്കണു. അതുകൊണ്ട് എന്ത് വേണം? അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ഈ ലോകത്തിനെ നന്നായിട്ട് മനസ്സിലാക്കി എന്നും ഇവിടെ നിൽക്കുന്നവനല്ല ഞാൻ. എനിക്ക് എത്തേണ്ടതായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കണം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ, ഈ ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതൊക്കെ നടത്തുന്നതായ പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ അംശമായ ആ ജീവനാണിതാ ഞാൻ, ജീവാത്മാവാണ് അല്ലേ. പരമാത്മാവ് ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കണ സമയത്ത് ആ പരമാത്മാവിന് എന്ത് പേര്? ജീവാത്മാവ് എന്ന് പേര്. അത്രയേ ഉള്ളൂ അല്ലേ. ഇപ്പം ശരീരം അങ്ങനെ മാറിക്കഴിഞ്ഞാലോ ഒക്കെ ഒരേപോലെ ആയി എന്ന് പറയണ്ട, ഒന്ന് തന്നെയാണ്. ഇപ്പം കുടത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആകാശത്തിന് ഘടാകാശം എന്ന് പറയും, കുടത്തിൻ്റെ പുറത്തുള്ള ആകാശത്തിന് ബഹിരാകാശം എന്ന് പറയും. കുടത്തിൻ്റെ രൂപം മാറിക്കഴിഞ്ഞാലോ അല്ലേ, കുടത്തിൻ്റെ രൂപം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ രണ്ടും ഒന്നായി. അപ്പം ഈ കുടത്തിൻ്റെ രൂപം മാറുന്നതിന് ആൾക്കാരിങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം അല്ലേ? ഇവിടെ മണ്ണിൻ്റെ ഒരു വികാരമാണ് കുടം എന്നുള്ളത്, മണ്ണിൻ്റെ മറ്റൊരു വികാരമാണ് ചട്ടി എന്നുള്ളത് അല്ലേ. അപ്പം അതിൻ്റെ ഓരോരോ രൂപങ്ങളാണ്. ആ രൂപത്തിന് മാറ്റം വരുന്ന സമയത്ത് കരയേണ്ട കാര്യമുണ്ടോ ആലോചിച്ച് നോക്കൂ. കരഞ്ഞിട്ട് കാര്യമില്ല. സ്വർണം മാത്രമാണ് സത്യമായിട്ടുള്ളത്. സ്വർണം കൊണ്ട് മാല ഉണ്ടാക്കി അല്ലേ, മാല അങ്ങോട്ട് പൊട്ടിപ്പോയതോട് കൂടിയിട്ട് എന്തൊരു കരച്ചിലാ അറിയില്ല. മാല പൊട്ടിയിട്ട് കരയേണ്ട കാര്യമില്ല. സ്വർണത്തിനൊരു നാശവും വന്നില്ല. സ്വർണത്തിന് എന്തെങ്കിലും നാശം വന്നിട്ടുണ്ടോ? സ്വർണത്തിന് നാശം വന്നിട്ടില്ല. സ്വർണം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഇതേപോലെ ഈ ശരീരമാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവന് യാതൊരു മാറ്റവും വരുന്നില്ല. ഈ പരമമായിരിക്കുന്ന സത്യം മനസ്സിലായി കഴിഞ്ഞാലോ ആരെങ്കിലും കരയോ ജീവിതത്തിൽ? ഒരിക്കലും കരച്ചിലുണ്ടാവില്ല അല്ലേ, ഒരിക്കലും കരച്ചിലുണ്ടാവില്ല. മരണമൊക്കെ വരുന്നതോട് കൂടിയിട്ട് എന്തൊരു കരച്ചിൽ ആൾക്കാർ അറിയില്ല. ഭർത്താവ് മരിച്ചത് വെച്ചാൽ ഭാര്യ അടുത്തിരുന്ന് ഇങ്ങനെ കരയും അല്ലേ, എന്തൊരു കരച്ചിലാവും. എന്ത് പറഞ്ഞിട്ടാ കരയ? എനിക്കാളില്ലാതെയായല്ലോ ഭഗവാൻ, എനിക്ക് റേഷൻ പീടിയെ പോകാൻ ആളില്ലാതെയായല്ലോ.
പറഞ്ഞിട്ടാ കരയുക. അല്ലെ, നല്ല അറിവുള്ള ആൾക്കാർ അത് പറഞ്ഞിട്ടാ കരയുക. ഭാഗവതം പഠിച്ച ആൾക്കാരാച്ചാലോ ഒരിക്കലും കരയില്ല പറയും. നല്ല അറിവുള്ളതായിരിക്കുന്ന ആളുകൾ ഒരിക്കലും കരയില്ല. എങ്ങനെയുള്ളവര്? കൊട്ടത്തേങ്ങ പോലെ ആയ ആൾക്കാർ കരയില്ല പറയും. ജീവിതം കൊട്ടത്തേങ്ങ പോലെ ആവണമെന്ന് പറയും. അല്ലേ, ചിരട്ടേൻ്റെ ഉള്ളിലാണെന്ന് വെച്ചാലും ചിരട്ടയായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിരട്ടയായിട്ട് ബന്ധം ഉണ്ടെങ്കിലോ, അപ്പൊ ചിരട്ട എങ്ങനെയാണോ പൊട്ടുന്നത് അതേപോലെ നാളികേരം പൊട്ടും. ചിരട്ടയായിട്ട് ബന്ധമില്ലെങ്കിലോ, ഈ ചിരട്ട എങ്ങനെ വേണിച്ചാലും പൊട്ടിക്കോട്ടെ, നാളികേരത്തിന് അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന കൊട്ടത്തേങ്ങയ്ക്ക് യാതൊരു കുഴപ്പമില്ല, എങ്ങനെയാച്ചാ പൊട്ടിക്കോട്ടെ. അല്ലേ, ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, ഇവരൊന്നും നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതാ ഈ ലോകത്ത്. എനിക്ക് ആകപ്പാടെ ഒരാളുമായിട്ടേ ബന്ധമുള്ളൂ. അതാരോട്? ഭഗവാനോട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എനിക്ക് ശരീരം തന്നു. അതാണ് ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത. ഭാഗവതം നന്നായിട്ട് പഠിച്ചു എന്നെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? 10 സപ്താഹം കേട്ടാൽ മനസ്സിലാവുക? ഇല്ല, മാറി നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നു. ഓരോ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ കരയാതിരിക്കുന്നുണ്ടോ എന്നാ ഉറപ്പിക്കാം, അവര് ഭാഗവതം പഠിച്ചവരാണ്. ചിലപ്പോൾ പറയും ഞാൻ കരയും. ചിലപ്പോൾ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കരയും. ഭാര്യനോട് പറയും 5 മിനിറ്റേ കരയുള്ളൂ കേട്ടോ, വാച്ച് നോക്കി കരയും. ഞാൻ വാച്ച് നോക്കി കരയാൻ പഠിച്ചാൽ മതി. വാച്ച് നോക്കി ഇങ്ങനെ കരയുക, 5 മിനിറ്റ് കരയുക, 10 മിനിറ്റ് കരയുക, പിന്നെ കരയാൻ പറയരുത്. അല്ലേ, അഖില ദുഃഖ നിവൃത്തി പറയും. അതാണ് ഭാഗവതത്തിന്റെ പ്രയോജനം. എന്താണ്? അഖില ദുഃഖ നിവൃത്തി. ജീവിതം ഭാഗവതം മനസ്സിലായ ഒരാൾക്ക് ഒരു ദുഃഖവും, ഈ ലോകത്തിൽ നിന്ന് വരുന്ന ഒരു ദുഃഖവും ഇതാ ബാധിക്കില്ല. അതാണ് പ്രയോജനം. അതെപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ? അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ലോകത്തുള്ള ആരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഭഗവാനായിട്ടേ ബന്ധമുള്ളൂ. അഹം ബ്രഹ്മാസ്മി എന്നുള്ള പദത്തിലേക്ക് നമ്മളതാ കൂട്ടിക്കൊണ്ടുപോകുന്നു. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ. അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ഈ ലോകത്തിനെ നന്നായിട്ടതാ മനസ്സിലാക്കണം. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. താപത്രയ വിനാശായ, 3 തരത്തിലുള്ള താപങ്ങളെയും ഇല്ലാതാക്കുന്നയാളാണ് സാക്ഷാൽ ഭഗവാൻ. ശ്രീകൃഷ്ണായ വയം നുമാം. ഇവിടെ ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കൃഷ്ണനെ നമസ്കരിക്കണു എന്ന് പറഞ്ഞാൽ പോരെ? അതല്ല, ശ്രീകൃഷ്ണനെ. എന്താ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ അർത്ഥം? നമ്മൾ വായിക്കുന്ന പുരാണത്തിന് എന്താ പേര്? ശ്രീമദ് ഭാഗവതം എന്ന. ശ്രീമത്തായ ഭാഗവതം എന്നർത്ഥം. ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീയോടുകൂടിയ കൃഷ്ണനെ, ലക്ഷ്മിയോട് കൂടിയതായിരിക്കുന്ന നാരായണനെ, ലക്ഷ്മി നാരായണൻ, അല്ലെങ്കിൽ രുക്മിണി സമേതനായിരിക്കുന്ന കൃഷ്ണനെ, രാധാദേവിയോട് കൂടിയ കൃഷ്ണനെ ആണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. അതാണ് ശ്രീകൃഷ്ണായ. ശ്രീകൃഷ്ണനായിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതേത് ആഗ്രഹമാണോ നമുക്ക് ജീവിതത്തിലുള്ളത് അതാത് ആഗ്രഹത്തിനെ മുഴുവനും സാധിപ്പിച്ചു തരുന്നതായിരിക്കുന്ന ഭഗവാനെയാണ് ഈ ഭാഗവതത്തിൽ കാണാൻ സാധിക്കുക. എന്താഗ്രഹം വേണമെന്നുണ്ടെങ്കിലും ഈ സപ്താഹ യജ്ഞത്തിൽ വന്ന് ചോദിച്ചോളൂ, എല്ലാ ആഗ്രഹത്തിനെയും ഭഗവാൻ സാധിപ്പിച്ചു തരുന്നു. എന്താഗ്രഹം വേണമെങ്കിലും വന്ന് ചോദിക്കാം. ആഗ്രഹങ്ങളൊക്കെ ആളുകൾ സപ്താഹ യജ്ഞത്തിൽ വന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാന് സന്തോഷം. നമ്മളോടാണ് ആഗ്രഹം ചോദിക്കണത് വെച്ചാലോ നമുക്ക് സന്തോഷമാണോ ദുഃഖമാണോ? നമുക്ക് ദുഃഖ. 10 രൂപ പോവില്ലേ ഭഗവാനെ പോക്കറ്റിൽ നിന്ന്? ഒരാൾ 10 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് പോവില്ലേ, ദുഃഖ. എന്നാൽ ഭഗവാനോട് ചോദിച്ചു കഴിഞ്ഞാലോ ഭഗവാന് സന്തോഷ. ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷ. എന്താ കാരണം? ചോദിച്ചതിനെ കൊടുത്താൽ മതിയല്ലോ, അല്ലേ? എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഭഗവാൻ നമുക്ക് ഇതാ തരണു. അപ്പൊ കുറേ കാലം കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഇതല്ലായിരുന്നു കേട്ടോ ചോദിക്കേണ്ടിയിരുന്നത്, കുറച്ചും കൂടി വലിയത് ചോദിക്കായിരുന്നു കേട്ടോ, കുറച്ചുകൂടി വലിയത് ചോദിക്കായിരുന്നു കേട്ടോ, അല്ലേ? അങ്ങനെ ഓരോന്നോരോന്നോരോന്നങ്ങനെ ചോദിച്ച് അപ്യർത്ഥിതാൻ കാമാൻ അജസ്രം വിതരതി. ചോദിക്കുന്നതിനെയും ചോദിക്കാത്തതിനെയും മുഴുവനും കൊടുക്കുന്നതായ കാരുണ്യവാരിധിയായിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ഒരു ഭക്തൻ മുന്നിലങ്ങനെ വന്നു നിൽക്കുമ്പോൾ അവൻ മിണ്ടാതെയാവുമെന്ന് പറയും. ഒന്നും ചോദിക്കാത്ത അവസരത്തിലേക്ക് അവനത് ആ അവസ്ഥയിലേക്ക് ഭഗവാൻ കൊണ്ടെത്തിക്കും. അപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി ഭക്തനങ്ങനെ നിൽക്കുമ്പോൾ
അതുവരെ മിണ്ടാതിരുന്ന ആ ഭഗവാൻ പിന്നെ മിണ്ടിത്തിടുമെന്ന് പറയും. നമ്മളൊന്നും മിണ്ടണില്ല വെച്ചാലോ, അല്ലേ? നമ്മളൊന്നും മിണ്ടണില്ല വെച്ചാൽ അതുവരെ മിണ്ടാതിരുന്ന ഭഗവാൻ എഴുന്നേറ്റ് പിന്നെ എങ്ങനെ മിണ്ടിത്തിടുക്കും. എന്നിട്ട് ഭക്തന്റെ അടുത്ത് വന്ന് പറയും, നിനക്ക് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ എന്ന് ഇങ്ങോട്ടതാ ചോദിക്കണോ ഭഗവാൻ. ഇങ്ങനെ ചോദിക്കുന്നതിനെയും ചോദിക്കാത്തതിനെയും തരുന്നതായ കാരുണ്യവാരിധിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ. അതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീകൃഷ്ണായ എല്ലാവിധ ആഗ്രഹത്തിനെയും സാധിപ്പിച്ച് ഒരാഗ്രഹവും ഇല്ലാത്തതായ അവസ്ഥയിലേക്ക് ഈ ഭഗവാൻ നമ്മളേതാ കൊണ്ടെത്തിക്കുന്നു. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. ശ്രീകൃഷ്ണായ വയം നുമ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുത്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ആരാ അവിടെ ഭാഗവതം പറഞ്ഞുതരാൻ വരുന്നത്? സാക്ഷാൽ ശ്രീശുഖബ്രഹ്മർഷിയാണ്. നൈമിഷാരണ്യത്തില് സൂതപൗരാണികനാണ് ഭാഗവതം പറയാൻ വേണ്ടി ശൗനകാദി മഹർഷീശ്വരന്മാരുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. ആ ശൗനകാദി മഹർഷീശ്വരന്മാര് സൂതപൗരാണികനോട് പറഞ്ഞു, അജ്ഞാന ദ്വാന്തവിധ്വംസ കോടിസൂര്യ സമപ്രഭാസൂത ആഖ്യാഹി കഥാസാരം മമ കർണരസായനം. ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടുണ്ടാവില്ല, എന്നാൽ ഒരു കോടി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടുണ്ടാവൂ? അവിടെ ഇരുട്ടുണ്ടാവുന്നില്ല, സംശയമില്ല. അതുകൊണ്ട് എല്ലാവിധ അജ്ഞാനത്തിനെയും ഇല്ലാതാക്കാൻ, എല്ലാവിധ അജ്ഞതയെയും ഇല്ലാതാക്കാൻ സാധിക്കുന്ന സൂതപൗരാണിക അങ്ങ് കഥാസാരം, ഭഗവാന്റെ ആ കഥകളുടെ സാരത്തിനെ എങ്ങനെ കർണരസായനം, ഞങ്ങളുടെ കർണത്തിന് കാതിന് രസായനമാകുന്ന ഭഗവാന്റെ കഥകളെ. കർണം, കർണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? എന്തിനാ കർണം എന്ന് പറയുക? എന്താ കർണം അല്ലേ? കാത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കിട്ടിയത്? എന്താണ്? ഈ വായു ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സാധനത്തിനെ എങ്ങനെ പിടിച്ച് എവിടെ കൊണ്ടിടുക? നമ്മളുടെ കാതിൽ കൊണ്ടിടും. അതുകൊണ്ടാണ് അതിന് കർണം എന്നത് ആ പേര് കിട്ടിയത് അല്ലേ? എന്തൊക്കെയാ കാതിൽ കൊണ്ടിടുക? കേൾക്കേണ്ടതിനെയാണ് കൊണ്ടിടുക അല്ലേ? ആരൊക്കെ എന്തൊക്കെ പറയുന്നുവോ അതിനൊക്കെ പാടെ വായു ഒന്നിച്ച് സ്വരൂപിച്ച് അത് ഇതാ എടുത്ത് ആളുകളുടെ ആ കാതിലേക്ക് കൊണ്ടിടുന്നു. അതുകൊണ്ടാണ് അതിന് കർണം എന്നുള്ള പേര് തന്നെ അതാ കിട്ടിയത്. ആര് പറയണേ? ഈ കർണധാര ഇവാർണവം, കർണധാരന്മാരായിരിക്കുന്ന ആളുകള്. കർണധാരൻ എന്ന് പറഞ്ഞാലോ കപ്പിത്താൻ എന്നർത്ഥം. കപ്പിത്താന്മാര് അല്ലേ? വല്ലാതെ വിഷമിച്ച് പുഴയിലൂടെ ഒഴുകുന്നതായിരിക്കുന്ന ഒരാൾക്ക് ഒരു കപ്പൽ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ്. ആ കപ്പിത്താനാണ് കപ്പലിനെ വേണ്ട സ്ഥലത്തേക്ക് ഇതാ കൊണ്ടെത്തിക്കുന്നത്. ഇതേപോലെ ഗുരുനാഥന്മാര് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചേർന്ന് നമ്മളെ ആ യഥാസ്ഥാനത്തേക്ക് ഇതാ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതുകൊണ്ട് ഹേ സൂതപൗരാണിക, ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന കാര്യത്തിനെ, കഥാസാരത്തിനെ അങ്ങതാ ഞങ്ങളോട് പറഞ്ഞു തരണേ. ഭക്തി ജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. ഭക്തിയോഗം, ജ്ഞാനയോഗം, വൈരാഗ്യം, ചിന്താമണിർ ലോകസുഖം സുയദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ. ഗുരുനാഥൻ ഒരാളുടെ മുന്നിൽ അങ്ങനെ സന്തോഷിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠം യോഗി ദുർലഭം, യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകത്തിനെ പ്രദാനം ചെയ്യുന്നു. വൈകുണ്ഠം എന്ന് പറഞ്ഞാലോ കുണ്ഠതയില്ലാത്ത അവസ്ഥ, ദുഃഖമില്ലാത്തതായിരിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവണോ? ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖവും നമുക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവില്ല അല്ലേ? ഗുരുനാഥൻ എന്താണോ പറയണത് അത് സത്യമാണെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ പാദങ്ങളെ പിടിച്ചുകൊണ്ട്, മുറുക്കി പിടിച്ചുകൊണ്ടാണോ നമ്മൾ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നത്? മാതാ പിതാ ഗുരു ദൈവം. അച്ഛൻ പറയുന്നതായിരിക്കുന്ന വാക്കാണ് സത്യം, അമ്മ പറയുന്ന വാക്ക് സത്യമാണ്, ഗുരുനാഥൻ പറയുന്ന വാക്യം സത്യമാണ്, ദൈവം പറയുന്നതായിരിക്കുന്ന വാക്ക് അത് സത്യമാണ് എന്നുള്ള രീതിയിൽ അല്ലേ? ഏതെങ്കിലും അച്ഛനും അമ്മയും കുട്ടികളെ വേണ്ടാത്ത രീതിയിൽ പോകണമെന്ന് വിചാരിച്ചെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ഒരിക്കലുമില്ല അല്ലേ? നേരെ വഴി മാത്രമേ അവരിതാ പറഞ്ഞു കൊടുക്കുള്ളൂ. ഭഗവാൻ നമുക്ക് നേർവഴി മാത്രമേ പറഞ്ഞു തരുള്ളൂ. ഒരു ഗുരുനാഥൻ നേർവഴി മാത്രമേ പറഞ്ഞു തരുള്ളൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഗുരുനാഥന്റെ വാക്കുകളെ സത്യമായിട്ട് ആരാണോ വിചാരിക്കുന്നത് അവർക്ക് എല്ലാ ഉയർച്ചയും ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നു. ഒരാൾക്ക് ഒരു മന്ത്രം, ഈ പല ആൾക്കാരും ഇങ്ങനെ മന്ത്രം ജപിക്കണതൊക്കെ കണ്ട സമയത്ത് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു മന്ത്രം കിട്ടിയാൽ തരക്കേടില്ല എന്ന് ആഗ്രഹമായി ഇത്രയാണ്. അപ്പോൾ മന്ത്രം ഉപദേശമായിട്ട് കിട്ടണ്ടേ, ഉപദേശം കിട്ടിയിട്ടേ ജപിക്കാൻ പാടുള്ളൂ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്.
അപ്പം ഈ മന്ത്ര ഉപദേശം തരുന്ന ഗുരുനാഥന്മാരാരെങ്കിലും ഉണ്ടോ? അപ്പം കേമനായിട്ട് ഒരാളുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോണ സമയത്ത് എന്ത് വേണം? എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വേണം അദ്ദേഹത്തിനെ വീണ്ടും നമസ്കരിക്കാൻ. അപ്പം ഇയാൾ പോണ സമയത്ത് എന്ത് ചെയ്തു? ഒരു കുമ്പളങ്ങ കയ്യിലേക്ക് എടുത്ത് പോയി ഇത്രേ. എന്നിട്ട് ഗുരുനാഥൻ്റെ മുന്നിൽ ഈ കുമ്പളങ്ങ കൊണ്ടുപോയി വെച്ച് അവിടെ ഇരുന്ന് എന്നാ മന്ത്രപ്പ കേൾക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ അങ്ങനെ നിൽക്കണത്. അപ്പോൾ ഈ കുമ്പളങ്ങയ്ക്ക് സംസ്കൃതത്തിലെ കൂശ്മാണ്ഡം എന്താ പറയുക. അപ്പോൾ ഗുരുനാഥൻ എന്ത് ചെയ്തു? വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് പറഞ്ഞു അത്രേ. എന്തിനാ വിഡ്ഢി നീ ഈ കൂശ്മാണ്ഡമൊക്കെ ആയിട്ട് ഇവിടേക്ക് വന്നതെന്നാ ചോദിച്ചത്. വന്നയാൾക്ക് എന്ത് തോന്നി? ഇതായിരിക്കും മന്ത്രം എന്ന് തോന്നി അത്രേ. അയാൾക്ക് യാതൊരു സംശയം ഉണ്ടായില്ല. അയാൾ വീട്ടിൽ പോയി രാവിലെ കഴിഞ്ഞാൽ കുളിക്കും. എന്നിട്ടോ തിരിഞ്ഞിരുന്ന് ഇങ്ങനെ വിഡ്ഢി കൂശ്മാണ്ഡം വിഡ്ഢി കൂശ്മാണ്ഡം വിഡ്ഢി കൂശ്മാണ്ഡം വിഡ്ഢി കൂശ്മാണ്ഡം വിഡ്ഢി കൂശ്മാണ്ഡം ഇങ്ങനെ ജപിച്ച് എന്തിനു പറയണു? ഗുരുനാഥന്റെ പാദങ്ങളിലുള്ള ആ ഭക്തി കൊണ്ട്, ആ വിശ്വാസം കൊണ്ട് ഇയാള് അതികേമനായിട്ട് തീർന്നു എന്നുള്ളതാണ് കഥ അല്ലേ. കഥ എന്തോ ആയിക്കോട്ടെ, സംഭവിച്ചതാവാം, സംഭവിച്ചതല്ലാതിരിക്കാം. പക്ഷേ എന്താ അതിൻ്റെ ഉള്ളിലുള്ള തത്വം? നമ്മൾ ഗുരുനാഥന്റെ വാക്കിനെ വിശ്വസിക്കുന്നുവോ, ഭഗവാന്റെ പാദങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുവോ, ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും തൻ്റെ ജീവിതത്തിൽ അതാ ഉണ്ടാവില്ല. അതാണ് ഭക്തിയുടെ പ്രത്യേകത അല്ലേ. ഭക്തിയോട് കൂടിയിട്ടാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യണത്? അവൻ എന്ത് ചെയ്യുന്നു എന്ന് ഭഗവാൻ നോക്കുക പതിവില്ല. അതാണ് ഭക്തന്മാരുടെ കർമ്മത്തിനെ ഭഗവാൻ മറക്കണു പറയും. ഭക്തന്മാരെന്ത് കർമ്മം ചെയ്ത് കഴിഞ്ഞാലും, എന്ത് കർമ്മമാണോ അവരുടെ എന്ന് നോക്കാതെ എന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണോ, എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണോ, ഉദ്ദേശം ശുദ്ധമാണോ എന്നാൽ അവർക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കും. ഉദ്ദേശം ശുദ്ധമല്ലേ, എന്നാൽ ഭഗവാൻ മാറി നിൽക്കും അല്ലേ. അതാണല്ലോ ശബരിയുടെയൊക്കെ കഥ കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ശബരി പഴം ഇങ്ങനെ കൊണ്ടുവന്ന് കാട്ടുനിന്ന് കിട്ടുന്ന പഴമൊക്കെ കൊണ്ടുവന്ന് കടിച്ചു നോക്കൂത്രേ. ഏത് പഴത്തിനാ കൂടുതൽ മധുരം എന്നുള്ളത്. ഏറ്റവും മധുരമുള്ളത് വേണം ഭഗവാന് കൊടുക്കുക. അവരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്നാ ഭഗവാനോ ഇത് കടിച്ചതാണോ എന്ന് നോക്കിയില്ല. അതാണ് ഭക്തന്മാരുടെ കർമ്മങ്ങളെ ഭഗവാൻ അതാ മറക്കണു. അന്ന് ഭക്തി ഉണ്ടാവണം എന്ന് പറയും. അതാണ് ഭക്തി ശാസ്ത്രമാണ് ഈ ശ്രീമദ് ഭാഗവതം. പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകത്തിനെ ഗുരുനാഥൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നു. ഹേ സൂതപൗരാണിക, സാക്ഷാൽ ഭഗവാനാണ് അങ്ങയെ ഞങ്ങളുടെ അടുത്തേക്ക് ഇതാ പറഞ്ഞയച്ചത്. കലികാലാണല്ലോ വരാനായിട്ട് പോണത്. കലികാലത്തുള്ള ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത്രയധികം ദുഃഖം അനുഭവിക്കുന്നതായിരിക്കുന്ന ആൾക്കാർ ഈ ലോകത്തതാ ഇല്ല. സത്വഹരം പുംസാം, സത്വഗുണത്തിനെ ഇല്ലാതാക്കുന്നതായ സമയമാണ് കലികാലം. മാത്രമല്ല ഇവിടെ ഉള്ളതായിരിക്കുന്ന ജനങ്ങൾ അവരറിയണില്ല. കാലവ്യാള മുഖഗ്രാസത്രാസ നിർനാശഹേതവേ, കാലമാകുന്ന മരണസർപ്പത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ് ഇതാ നമ്മൾ അല്ലേ. ജനിച്ച അന്ന് നമ്മളെ കാലിൽ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട് എന്നാ പറയുക. ജനിച്ച അന്ന് കടിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അത് കടിവിടാതെ നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഏത് പാമ്പാ? കാണുന്നില്ലല്ലോ ഭഗവാൻ, അത് കാണില്ല. ജനിച്ചെന്ന് കടിച്ച പാമ്പ് ഏതാണ്? അതാണ് മരണസർപ്പം എന്ന് പറയും അല്ലേ. ആ മരണസർപ്പത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ മരണസർപ്പം നമ്മളെ കാലിൻ്റെ ആ വിരലൊക്കെ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ടുണ്ടാവും. ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കാലിൻ്റെ മുട്ട് വരെ മരണസർപ്പം വിഴുങ്ങിയിട്ടുണ്ടാവും. ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ അരഭാഗമൊക്കെ ഇതിൻ്റെ അടുത്തായി ഉണ്ടാവും, ഈ കാലസർപ്പത്തിൻ്റെ ഉള്ളിലായി ഉണ്ടാവും. ഇപ്പോൾ ഈ മരണസർപ്പത്തിൻ്റെ എത്രത്തോളം ഉള്ളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന് അറിയണം വെച്ചാൽ എന്ത് ചെയ്താൽ മതി? എത്ര വയസ്സായി നോക്കിയാൽ മതി. ഒരുവിധ റിട്ടയറൊക്കെ ആയിണ്ട് വെച്ചാൽ, ഒരു 19 വയസ്സൊക്കെ ആയിണ്ട് വെച്ചാൽ ഈ മരണസർപ്പം നമ്മളെ വിഴുങ്ങി കഴുത്ത് വരെ എത്തിയിട്ടുണ്ടാവും. ഇതെപ്പോഴാ അടക്കിയ ഇല്ല എന്ന് ആർക്കറിയാം അല്ലേ. കാലവ്യാള മുഖഗ്രാസ ത്രാസ നിർനാശഹേതവേ, ശ്രീമദ് ഭാഗവതം ശാസ്ത്രം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ പക്ഷികൾക്ക് പോലുള്ളതായിരിക്കുന്ന ഒരു ബുദ്ധി മനുഷ്യന്മാർ കാണിക്കണില്ല എന്ന് ഭാഗവതം വർണ്ണിക്കണം. ഖഗസ്വകേതമുത്സൃജ്യ അല്ലേ, ഒരു മരം വെട്ടുകാരൻ തൻ്റെ കയ്യിലുള്ള കോടാലി കൊണ്ട് മരത്തിൻ്റെ ചോട്ടിൽ ആദ്യത്തെ വെട്ടുന്ന സമയത്ത് തന്നെ
ആ മരത്തിൻ്റെ കൊമ്പിൻ്റെ മോള് കൂടുകൂട്ടിയതായിരിക്കുന്ന പക്ഷികൾ അവരെന്ത് ചെയ്യും? സുരക്ഷിതമായിരിക്കുന്ന സ്ഥാനത്തേക്ക് പറന്ന് പോവും. എന്നാ മനുഷ്യന്മാർ നമ്മളെ ശരീരത്തിൽ ഈ കാലനുമെന്ന് വെട്ടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ആലോചിച്ച് നോക്കൂലേ? കാലൻ തൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് നമ്മളെ ശരീരം ഇങ്ങനെ വെട്ടാൻ തുടങ്ങി ജനിച്ചന്ന് തുടങ്ങിയതാണ്. ആ ശബ്ദം കേൾക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? കൈയൊന്ന് ഇവിടെ വെച്ച് വയ്ക്കിയാൽ മതി. ഇവിടെ വെച്ച് വയ്ക്കോളൂ. അപ്പം കേൾക്കാം ടിക്ക് 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 എന്നുള്ള കേൾക്കണല്ലേ? ഇല്ലാച്ചാൽ കഴിഞ്ഞു എന്നർത്ഥം. ഷൊർണ്ണൂരിൽ നിന്ന് ആൾക്കാരെ വിളിക്കാം. ടിക് 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 എന്നുള്ള ശബ്ദം ഏതാ? കാലം വന്ന് വെട്ടുക. ഇതെപ്പോഴാ നിർത്തുക എന്ന് പറയാൻ പറ്റില്ല. കാലവ്യാള മുഖഗ്രാസ ത്രാസ നിർണാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം. അതുകൊണ്ട് കലികാലത്ത് കീരനാൽ ഭാഷിതമായിരിക്കുന്ന ഈ ശാസ്ത്രഗ്രന്ഥത്തിനെ വേണ്ട രീതിയിൽ ഇതാ കേൾക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കൂ. അത് മാത്രമാണ് ഭാഗവതം മാത്രമാണിത് നമുക്ക് രക്ഷയായിട്ടുള്ളത് ജീവിതത്തിൽ. എന്താ പറയാൻ കാരണം? കലികാലത്തെ ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ശ്രീമദ് ഭാഗവതമാണ്. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലോ. മേനിരേ ഭഗവത് രൂപം, കലികാലത്തെ ഭഗവാന്റെ സ്വരൂപം അത് ഭാഗവതമാണ്. ശാസ്ത്രം ഭാഗവതം കലോ. ആ കലികാലത്തുള്ള ആളുകൾ ഭാഗവത ഗ്രന്ഥം തന്നെയാണ് ഇതാ പഠിക്കേണ്ടത്. സപ്താഹശ്രവണവിധി കുമാരേസ്തസ്യ ഭാഷിത. പല രീതിയിൽ ഈ ഭാഗവതം പഠിക്കാം. ഒരു കൊല്ലം കൊണ്ട് ഭാഗവതം വായിക്കാം. നേരത്തെ സ്വാമിയാര് പറഞ്ഞല്ലോ, ഒരു മാസം കൊണ്ട് ഭാഗവത വായിക്കാം പഠിക്കാം. 12 ദിവസം കൊണ്ട് ഭാഗവതം വായിക്കാം പഠിക്കാം. 7 ദിവസം കൊണ്ട് ഭാഗവതം വായിക്കാം പഠിക്കാം. നമുക്കൊന്നും പിന്നെ സമയമില്ല. വേറെ ഓരോ കാര്യത്തിനൊക്കെ സമയമുണ്ട്. എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഓടിപ്പോയി അല്ലെ, എന്തോരം ഓട്ടാന്നാ വിചാരിച്ചത്. ആ ഓട്ട ശരിക്ക് കാണണമെന്ന് വെച്ചാൽ തൃശ്ശൂർ ടൗണിൽ ഏറ്റവും വലിയ ഫ്ലാറ്റിൻ്റെ മുകളിൽ കയറിക്കുക. എന്നിട്ട് താഴത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങോട്ട് ഓടുന്നു ആൾക്കാർ, ഇങ്ങോട്ട് ഓടുന്നു ഭഗവാനെ. എങ്ങോട്ട് ഓടിയിട്ട് എന്താ കാര്യം ആലോചിച്ച് നോക്കൂ. എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല. ഒരു സ്ഥലത്തേക്ക് ഓടിയിട്ടേ കാര്യമുള്ളൂ, അവിടേക്ക് ആൾക്കാർ ഓടില്ല. അതെ, എന്നിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഇങ്ങനെ ലോകം മുഴുവനും ഓടി നടന്ന് ദുഃഖം അനുഭവിക്കുന്നതായ ആളുകൾ മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലോ. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കൂ. സപ്താഹശ്രവണ വിധി. എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം സപ്താഹമായിട്ട് ഇതാ നടത്തേണ്ടത്? ആരാണ് ആദ്യമായിട്ട് സപ്താഹ യജ്ഞം നടത്തിയത്? അവിടാണ് ഒരു കഥ വർണ്ണിക്കുന്നത്. നാരദ മഹർഷി ലോകം മുഴുവനും അങ്ങനെ സഞ്ചരിച്ച് അനവധി സ്ഥലത്ത് ഇതാ എത്തിച്ചേർന്നു. ദേവതായതന്യത്ര ദുഷ്ടയറും നഷ്ടാനി ഭൂരിശ. ദേവതായതൻ എന്ന് പറഞ്ഞിച്ചാലോ യഥാർത്ഥം എന്താണ്? ക്ഷേത്രം എന്നർത്ഥം. അമ്പലത്തിൽ വന്ന് നോക്കി. ഭഗവാനെ ഒന്നും പറയാൻ വയ്യേ. ആദ്യം തന്നെ ഒരാളെ കണ്ടു, അയാളുടെ അടുത്ത പെർമിഷൻ വാങ്ങണം ഉള്ളിലേക്ക് കയറണം എന്നുണ്ട് വെച്ചാൽ. എന്നിട്ട് വേറെ ഓരോ ആൾക്കാരെ കണ്ടു. എന്ത് ഭഗവാൻ ഉപാസിക്കാൻ വരുന്ന ഭക്തന്മാർക്ക് പോലും കയറി വരാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇനിയിപ്പോ ഏറ്റവും വലിയതായിരിക്കുന്ന ആശ്രമമാണ് ഏത്? ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് പിന്നെ ആ സന്യാസാശ്രമത്തിൽ അവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കിയ സമയത്ത് വേണ്ടില്ലായിരുന്നു തോന്നി. ഇത്രേ അവിടെ നടക്കണ ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ അനവധി സ്ഥലത്ത് താഴ്ത്തി ചേർന്നു. കുകർമാചരണാൽ പുംസാം. കുകർമാചരണം എന്ന് പറഞ്ഞു വെച്ചാലോ, സാധാരണയ്ക്ക് കർമ്മത്തിനെ 3 തരത്തിലാണ് വർണ്ണിക്കുക. കർമ്മം, അകർമ്മം, വികർമ്മം. എന്നാ ഭാഗവത മഹാത്മ്യത്തിൽ വേറൊരു കർമ്മത്തിനും കൂടി പറയും. അതാണ് കുകർമ്മം. കുകർമ്മങ്ങളായിട്ട് പറഞ്ഞു. ആൾക്കാർ ചെയ്യേണ്ടതിനെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വേണ്ടാത്ത ഓരോ ആചരണങ്ങൾ അങ്ങനെ നടത്തി ദുഃഖം അനുഭവിക്കുന്നവരായിട്ട് ഇതാ മാറുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നത്. അവിടെ ഒരു വയസ്സായ 2 ആളുകൾ ചെറുപ്പക്കാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മടിയിലേക്ക് തലയും വെച്ച് കരയുന്നത് കണ്ട സമയത്ത് നാരദ മഹർഷിക്ക് തോന്നി, അയ്യോ ഇങ്ങനെയൊന്നും കാണാൻ പാടില്ലല്ലോ, പോവല്ലേ എന്നുള്ള രീതിയിൽ പോയപ്പോൾ ആ പെൺകുട്ടി വിളിച്ചു, എന്താ മഹർഷേ? ഭോ സാധോ ക്ഷണം തിഷ്ടാമച്ചിന്താമപി നാശയ ദർശനം തവലോകസ്യ സർവഥാകഹരം വിദു. അങ്ങെന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോണത്? ശബ്ദം കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് തോന്നി, നല്ല പരിചയമുള്ള ശബ്ദം തോന്നുന്നുണ്ട് കേട്ടോ. തിരിഞ്ഞു നോക്കി, ഇത്രേ
നീ ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ, അങ്ങും കൂടി എന്നെ മറന്നൂല്ലേ, അങ്ങും കൂടി എന്നെ മറന്നു കഴിഞ്ഞാലോ, അഹം ഭക്തിരിഖ്യാത, എൻ്റെ പേര് ഭക്തി എന്നാണ്. നാരദ മഹർഷി അങ്ങും കൂടി ഇനിയിപ്പോൾ എന്നെ മറന്നു കഴിഞ്ഞാൽ ഞാൻ വിസയും പാസ്പോർട്ടും ഒക്കെ എടുത്ത് ഇവിടുന്ന് വിദേശം ഗമ്യതേമയാ, വിദേശത്തേക്ക് പോവാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ കുട്ടികളുടെ വാർദ്ധക്യത്തിനെ ഒന്ന് മാറ്റിത്തരണേ. ജ്ഞാനവൈരാഗ്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. ഗീതാപാഠേർ മുഹുർമുഹു, ഗീതയൊക്കെ വായിച്ചു, എന്നിട്ടും കാര്യം ഉണ്ടായില്ല. അങ്ങനെ നാരദ മഹർഷി പറഞ്ഞു, വിധാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാഗതം ശ്രീകൃഷ്ണചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ശ്രീകൃഷ്ണചരണാംഭോജം സ്മര, സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളെ ആരാണോ ആശ്രയിക്കുന്നത്, ദുഃഖം ഗമിഷ്യതി, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖമുണ്ടാവില്ല. എൻ്റെ എല്ലാവിധ ദുഃഖത്തിനെയും ഇല്ലാതാക്കാൻ എന്താ മാർഗം എന്നുള്ളത് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് നാരദ മഹർഷി ലോകം മുഴുവനും സഞ്ചരിച്ച് സൂര്യഭഗവാനെ ഉപാസിച്ച്. എങ്ങനെയാ സൂര്യനെ ഉപാസിക്കുക? ഗായത്രി ജപിച്ചിട്ടാണ് എന്ന് പറയും അല്ലേ. ഗായത്രി എങ്ങനെ ധാരാളമായിട്ട് ജപിക്കുമ്പോൾ, എന്തിനാ ഗായത്രി ജപിക്കണത്? നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ സൂര്യനെ ഉപാസിച്ചു എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി വൈഭവത്തിൽ അദ്ദേഹം ചിന്തിച്ചു. ചിന്തിച്ച സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, സപ്താഹം വാചനം ഗുരു. ശ്രീമദ് ഭാഗവതത്തെ 7 ദിവസം യജ്ഞമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരും. സനകാദി മഹർഷീശ്വരന്മാർ നേരെ മുന്നിൽ അങ്ങനെ വന്നു നിന്നു. അവരോട് പറഞ്ഞു, ഒരു സപ്താഹ യജ്ഞം നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. ആനന്ദതടം നാമ, ബദരികാശ്രമത്തിൽ വിശാല എന്നു പേരായിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് അതികേമമായിട്ട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്താനായിട്ട് പുറപ്പെട്ടപ്പോൾ ആകന്തുകാമഹാ, എത്ര ആൾക്കാരെ അവിടേക്ക് എത്തിച്ചേരുന്നത് എന്നറിയില്ല. സകല ദേവീദേവന്മാരും എത്തിച്ചേരുന്നു, ഭക്തന്മാരൊക്കെ അതാ എത്തിച്ചേർന്നു. അങ്ങനെ സനകാദി മഹർഷീശ്വരന്മാർ ഭാഗവതം പറയാനായിട്ട് പുറപ്പെട്ടപ്പോഴേക്കും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാരായണ, നാമം ജപിച്ച് വരുന്ന 2 കുട്ടികൾ. ആ കുട്ടികളുടെ കൈ പിടിച്ച് ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് തന്നെ സംശയം, ഇത് ആരാന്ന് അറിയണില്ല അത്രേ. അപ്പോൾ ആ പെൺകുട്ടി വന്ന് നാരദ മഹർഷിയോട് ചോദിച്ചു, മഹർഷേ ഞാൻ എവിടെയായിരിക്കേണ്ടത്? അല്ല നീ ആരാ ചോദിച്ചു അത്രേ. അങ്ങ് ഇപ്പോഴും എന്നെ മറന്നുമില്ല. അന്ന് യമുനാ നദിയുടെ തീരത്ത് കണ്ട ആ പെൺകുട്ടി ഭക്തി തന്നെയാണിതാ ഞാൻ. അപ്പം ഈ കുട്ടികളോ? ഇത് ജ്ഞാനവൈരാഗ്യങ്ങൾ എൻ്റെ കുട്ടികൾ തന്നെയാണ്. ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് ചോദിച്ചു അത്രേ. ആരൊക്കെയാണോ ഭാഗവതം കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നത് അവരുടെ നികട്ടേ സ്ഥിത, അവരുടെ ആ മനസ്സിൽ പോയി ഇരുന്നോളാനായിട്ട് പറഞ്ഞു. അതാണ് ഭാഗവതം കേൾക്കണം എന്ന് വിചാരിച്ച് ആരാണോ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ അവിടെ ആ ഭക്തി അവിടെ അതാ എത്തിച്ചേരുന്നു. ഭക്തി അവർക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നു. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാലോ അമ്മ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയൂലേ. അവിടേക്കാണ് കുട്ടികൾക്ക് കൂടുതൽ ഇതാ ശ്രദ്ധ ഉണ്ടാവുക. അമ്മയുടെ അടുത്തേക്ക് കുട്ടികൾ വരുന്നത് പോലെ ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടോ എന്നാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ തന്നാലും ഉണ്ടാവും. അല്ലാതെ ജ്ഞാനത്തിൻ്റെ പിന്നാലെയോ വൈരാഗ്യത്തിൻ്റെ പിന്നാലെയോ ഓടിപ്പോണ്ട കാര്യമില്ല. ഭക്തി ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക മാത്രമേ വേണ്ടൂ. എന്നാൽ ഒരു പ്രയാസവുമില്ലാതെ ഒരു ദുഃഖവുമില്ലാതെ വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. തത്വവിദസ്തത്വം യത് ജ്ഞാനം അദ്വയം, അദ്വയമായിരിക്കുന്ന ജ്ഞാനം എവിടേക്കാണോ ഒരു ഉപാസകനെ എത്തിക്കുന്നത് അവരൊക്കെ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് അല്ലേ ഈ ലോകത്തുള്ള ഒന്നും ശ്രദ്ധിക്കാതെ കണ്ണടച്ച് മൂക്കടച്ച് നാവടച്ച് കാതടച്ച് ഭഗവാനെ മാത്രം ചിന്തിച്ച് ജ്ഞാനികളായിരിക്കുന്ന ആളുകൾ എത്തിച്ചേരുന്നതായിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് ഒരു പ്രയാസമില്ലാതെ ഭക്തന് എത്തിച്ചേരാനായിട്ട് തത്വവിദസ്തത്വം യത് ജ്ഞാനം അദ്വയം, ആ സ്ഥാനത്തേക്ക് ഭക്തന്മാരെ ഭഗവാനതാ കൊണ്ടെത്തിക്കുന്നു. അതാണ് ആ ഭക്തിയുടെ പ്രത്യേകമായിട്ട് ഇതാ വർണ്ണിക്കുന്നത്. പിന്നീടാണ് ദുന്ധുകാരിയുടെ ചരിത്രം. ആത്മദേവൻ എന്ന പേരായിട്ടൊരു ബ്രാഹ്മണൻ ദുന്ധുളിയെ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായില്ല. ആത്മദേവൻ ഒരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ദുന്ധുളി കാണിച്ചാലോ അതിൻ്റെ സ്വഭാവം പറയാതിരിക്കുക ഭേദം. നല്ല കുലത്തിലാണ് ജനിച്ചത് വെച്ചാലും അല്ലേ. അന്യവാർത്താരതാ ക്രൂരാന്ന, തൻ്റെ കാര്യം പറയാൻ സമയമില്ല അത്രേ. അന്യൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ക്രൂര സ്വഭാവത്തോടു കൂടി കുട്ടികളുണ്ടാവണതേ ഇഷ്ടമില്ല.
ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീക്ക് ആരെയാ ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ, ആരാ സുഹൃത്ത് ചോദിച്ചാൽ, ആരാ സുഹൃത്ത് അല്ലേ, ഈ ദുന്ധുളിയുടെ സുഹൃത്ത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ വന്ധ്യാച വിധവാ നാരി, വന്ധ്യകളായിരിക്കുന്ന സ്ത്രീകൾ. ഇന്ന് വരെ പ്രസവിക്കാത്തവരുണ്ടോ, അവരോട് എന്തൊരു ഇഷ്ടമാണെന്നറിയില്ല അത്രേ. പിന്നെ വേറൊരു തരത്തിലുള്ള സ്ത്രീകൾ ഇഷ്ടം ആരെ, വിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് കഴുത്തിൽ, ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി അങ്ങോട്ട് കെട്ടിയതോട് കൂടിയിട്ട് ഭർത്താവ് മരിക്കുക, അങ്ങനെയുള്ള വിധവകളായിരിക്കുന്ന സ്ത്രീകളെ നല്ല ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവാൻ ഇഷ്ടമില്ല, ആത്മദേവനാണ് വെച്ചാൽ ഒരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം. ആത്മദേവൻ ലോകം മുഴുവനും സഞ്ചരിച്ച് ഒരു കാട്ടിലെത്തിച്ചേർന്നു. സന്യാസിയെ കണ്ടു. സന്യാസിയോട് പറഞ്ഞു എനിക്കൊരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ട് പറഞ്ഞു. സന്യാസി ഇദ്ദേഹത്തിൻ്റെ ആ ഫാലാക്ഷരം അത് നോക്കിയിട്ട് പറഞ്ഞു, സപ്തജന്മാവധി തവ പുത്രോ നൈവച്ച, ഈ ജന്മത്തിൽ എന്നല്ല 7 ജന്മത്തിലേക്ക് അങ്ങക്ക് ഉണ്ണി ഉണ്ടാവില്ല. അപ്പം ബ്രാഹ്മണനെ വിട്ടുകൊടുത്തില്ല അത്രേ ആത്മദേവൻ. 7 ജന്മത്തിലേക്ക് എനിക്ക് ഉണ്ണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തരാൻ അങ്ങക്ക് സാധിക്കുന്നുണ്ട് വെച്ചാൽ, ഒരു ഉണ്ണി ഉണ്ടാവാൻ എന്താ വേണ്ടത്, അത് അങ്ങക്ക് എന്തായാലും പറഞ്ഞു തരാൻ സാധിക്കും, അതെന്നോട് പറയണേ പറഞ്ഞു. ഇനി അതെറ്റ് അങ്ങ് പറഞ്ഞു തന്നില്ല വെച്ചാൽ ഈ മരത്തിൻ്റെ മുകളിൽ കയറി കേട്ടി തൂങ്ങിച്ചാവും ഞാൻ. സന്യാസിക്ക് തോന്നിയത്രേ, എൻ്റെ മുന്നിൽ വെച്ച് ഒരു ബ്രാഹ്മണൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പാടില്ല. മാത്രമല്ല ഇദ്ദേഹത്തിനോട് ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ചിത്രകേതോരിതി കഷ്ടം, അവിടെ പ്രത്യേകമായിട്ട് വർണ്ണിക്കണു ചിത്രകേതുവിൻ്റെ കഥ അല്ലേ. ചിത്രകേതുവിനോട് അനവധി പ്രാവശ്യം അംഗിരസ മഹർഷി പറഞ്ഞു കൊടുത്തു. ജീവിതം എന്ന് പറഞ്ഞു വെച്ചാൽ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും, കുട്ടികൾ ഉണ്ടായില്ല എന്ന് വരും, ഇങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു എന്നതാ വരാം. പക്ഷെ ഇതൊന്നുമല്ല വേണ്ടത്, ഈശ്വരനെ ഉപാസിക്കുക വേണ്ടത്. അത് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നെ അനുഭവിച്ചപ്പോൾ മനസ്സിലായി. ഇയാൾക്കും അതെ പറഞ്ഞു കൊടുത്താൽ നേരെയാവും തോന്നുന്നില്ല. ഒരു പഴം കയ്യിലേക്ക് എടുത്തു, മന്ത്രം ജപിച്ചു, ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറഞ്ഞു. മാത്രമല്ല ഭാര്യ ഇത് കഴിക്കണത് വരെ അങ്ങ് എന്ത് വേണം, ആ ഭാര്യയുടെ അടുത്ത് നിൽക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എത്രയാ ആലോചിച്ച് നോക്കുക അല്ലേ. എന്നാൽ ഈ ആത്മദേവനോ ഈ പഴം ഭാര്യയ്ക്ക് കൊടുത്ത് അദ്ദേഹം അവിടുന്ന് യാത്രയായി. ഭാര്യ അവിടെ പഴം കൈ പിടിച്ചിരുന്ന് ആലോചിച്ചു അത്ര. അദ്ദേഹത്തിനെ പ്രാന്താക്കണ്ടല്ലേ, കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വൽപ്പഭക്ഷണം, കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നടക്കാൻ പറ്റില്ല. ഇനി കൂടുതൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നടക്കാൻ പറ്റൂ. ഈ ഭക്ഷണം കഴിക്കുകയും വേണം, വയറിൻ്റെ ഉള്ളിൽ വേറെ ഒരു കുട്ടീനെ വളർത്തുകൂടി വേണം. മാത്രമല്ല ഓരോരോ മാസം കഴിയുന്നതിനനുസരിച്ച് വയറിങ്ങനെ വലുതായി വരില്ലേ. 6-7 മാസമൊക്കെ ആവുന്നതോട് കൂടിയിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്കുക. മാത്രമല്ല വല്ല കള്ളന്മാർ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കുമോ? അഥവാ തിരിയക്കാകതേത് പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയേറ്റം തിരിഞ്ഞിട്ടാ വന്നതെന്നുണ്ടെച്ചാലോ, ഞാനിറ്റം മരിച്ചുപോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാലോ, ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനുജത്തി കയറി വരുന്നത്. അനുജത്തി അവിടെ ഇരുന്ന് പറയുന്നത് നടക്കൊരു കുട്ടീനെയല്ലേ വേണ്ട, ഞാൻ കൊണ്ടുതരാം, ഞാൻ ഇപ്പോൾ ആ ഭാവത്തിലായിരിക്കണത് പറഞ്ഞു. അപ്പം ഇയാൾക്കോ എൻ്റെ ഭർത്താവിന് അത് കുറച്ചെന്ന് പൈസയൊക്കെ കൊടുത്താൽ അയാൾ സമ്മതിക്കാതിരിക്കില്ല പറഞ്ഞു. എന്തിനു പറയണു, അനുജത്തിയുടെ കുട്ടിയെ തൻ്റെ ഉണ്ണി എന്നുള്ള രീതിയിൽ ആത്മദേവൻ വളർത്താനായിട്ട് ഇതാ പുറപ്പെട്ടു. അതേ സമയത്ത് ഈ പഴം കഴിച്ചതായിരിക്കുന്ന പശു ഒരു ഉണ്ണിയെ പ്രസവിച്ചു. ആ ഉണ്ണിയുടെ കാത് പശുവിൻ്റെ ആകൃതിയിലായതുകൊണ്ട് ഗോകർണൻ എന്ന പേര് കിട്ടി. അനുജത്തിയുടെ ഉണ്ണിക്ക് ദുന്ധുകാരി എന്ന പേര് കിട്ടി അല്ലേ. ഗോകർണൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം, നല്ലതിനെ മാത്രം കേൾക്കുന്നയാള് എന്നർത്ഥം. പശുവിൻ്റെ ആ ചെവി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അല്ലേ. പശുവിൻ്റെ ചെവിക്ക് എന്തിൻ്റെ ആകൃതിയാ, എന്താ നേരെ മുന്നിൽ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ആകൃതിയാണ്. നെല്ലിൻ്റെ അപ്പുറത്ത് വെച്ചത് എന്താ അല്ലേ, അതിൻ്റെ ആകൃതിയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ആ മുറത്തിൻ്റെ പ്രത്യേകത എന്താ? മുറത്തിൻ്റെ പ്രത്യേകത എന്താ അല്ലേ? മുറം ആവശ്യമുള്ളതിനെ ഉള്ളിൽ വെക്കും, ആവശ്യമില്ലാത്തതിനെ പുറത്തേക്ക് ഇതാക്കളയും. അതേപോലെയല്ലേ ചെവി ആവേണ്ടത് അല്ലേ. അതുകൊണ്ടാണ് ഗോകർണൻ എന്നുള്ള പേര്. ആവശ്യമുള്ളതിനെ മാത്രം ഉള്ളിൽ വെക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, അനവധി ആളുകൾ പറയുന്നതായിരിക്കുന്ന കാര്യത്തിനെ മുഴുവനും വായു എടുത്ത് എവിടെ കൊണ്ടുപോയി വയ്ക്കും, തൻ്റെ കാതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാലും ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുന്നയാളെയാണ് എന്ത് പറയുക, ഗോകർണൻ. ഗോ എന്ന് പറഞ്ഞാൽ നല്ലത്, കർണം എന്ന് പറഞ്ഞാൽ കാത്. കാതിലൂടെ നല്ലതിനെ മാത്രം എടുത്തു വെക്കുന്നയാളെയാണ് ഗോകർണൻ എന്നതാ പറയുക. ഗോകർണ പണ്ഡിതോജ്ഞാനി ദുന്ധുകാരി മഹാകല. ദുന്ധും കരോതി ദുന്ധുകാരി എന്ന് പറയും. അച്ഛൻ പറഞ്ഞാലും കേൾക്കില്ല, അമ്മ പറഞ്ഞാലും കേൾക്കില്ല. അതിന് ദുന്ധുകാരി വളർന്നു വന്നു. ഇവൻ്റെ ദുഷ്ടത്തിലും സഹിക്കവയ്യാതെ അച്ഛൻ അവിടുന്ന് യാത്രയായി.
അമ്മ എവിടുന്ന് യാത്രയായി. അനവധി സ്ത്രീകളെയൊക്കെ അതാ വിളിച്ചു കൊണ്ടുവന്നു തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. അവസാനം ആ സ്ത്രീകളെല്ലാവരും കൂടി ദുന്ധുകാരിയെ വരിഞ്ഞു കെട്ടി അല്ലേ ചിരട്ടക്കനലിൽ കൊണ്ടുപോയി ഇട്ടു. വേണ്ട രീതിയിൽ മരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മഹാപ്രേതമായിരിക്കുന്ന ദുന്ധുകാരി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് ഗോകർണൻ അവിടെ എത്തിച്ചേർന്നത്. ഗോകർണന്റെ മുന്നിൽ അങ്ങനെ ദുന്ധുകാരി പ്രേതമായിട്ട് നിൽക്കുമ്പോൾ ഗംഗാജലം തളിച്ചു. ഭാഗവതം കേൾക്കാണ് വേണ്ടത് എന്ന് മനസ്സിലായി. 7 കമ്പുള്ള ഒരു മുളയുടെ ചോട്ടില് ദുന്ധുകാരി പോയിരുന്നു. ആത്മദേവന്റെ അതിഗംഭീരമായിരിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം ഓരോരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു ശബ്ദം, പിറ്റേ ദിവസം ഓരോ ശബ്ദം. പിന്നെ സപ്താഹ യജ്ഞത്തിന്റെ ദീപാരാധനയുടെ സമയത്ത് ആൾക്കാർ ഭഗവാനെ നോക്കുന്നതിന്റെ മുന്നേ ഈ മുളകൊമ്പിന്റെ മുളയ്ക്ക് നോക്കാൻ തുടങ്ങി. ഇപ്പം കേൾക്കൂട്ടോ ഒരു ശബ്ദം ഇവിടുന്ന്, ഇപ്പം കേൾക്കും എന്ന് പറഞ്ഞു തുടങ്ങി. 7 ദിവസം കഴിഞ്ഞതോടുകൂടി ആ മുളം തണ്ടിൽ നിന്ന് സുന്ദരനായിരിക്കുന്ന ഒരാള് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് തന്നെ വലിയൊരു വിമാനം, ആ വിമാനത്തിലേക്ക് ഭാഗവതം കേട്ടതായിരിക്കുന്ന ദുന്ധുകാരിയെ കയറ്റാൻ പുറപ്പെട്ടപ്പോൾ ഭാഗവതം പറഞ്ഞ ഗോകർണൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇവിടെ സത്യം പറഞ്ഞ ആരാ കേമനായിട്ടുള്ള ആള്? ഭാഗവതം പറയണേ ഞാൻ തന്നെയല്ലേ കേമനായിട്ടുള്ള ആള്, എന്നിട്ടല്ലേ മറ്റുള്ള ആൾക്കാരൊക്കെ. അപ്പൊ ആദ്യം വിമാനത്തിലേക്ക് ആരെ വേണം കയറ്റുക? ഭാഗവതം പറഞ്ഞ എന്നെ വേണ്ടേ കയറ്റുക അല്ലേ? ഗോകർണനായിരിക്കുന്ന എന്നെ വേണ്ടേ ഈ വിമാനത്തിലേക്ക് ആദ്യം കയറ്റുക, എന്നിട്ടല്ലേ മറ്റുള്ള ആൾക്കാരൊക്കെ ആ വിമാനത്തിൽ കയറേണ്ടത്. അപ്പൊ വിമാനം ഓടിക്കുന്ന ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭാഗവതം പറഞ്ഞു വെച്ചാലും അനവധി ആൾക്കാർ ഭാഗവതം കേട്ടു വെച്ചാലും ഈ ദുന്ധുകാരി കേട്ടതുപോലെ ആയില്ല. ദുന്ധുകാരി എങ്ങനെയാ കേട്ടത് അല്ലേ? അദ്ദേഹം കാതുകൊണ്ടല്ല കേട്ടത്, അദ്ദേഹം മന ഏവ ശൃണോതി മനഃ പശ്യതി പറയും. അദ്ദേഹം മനസ്സുകൊണ്ടാണ് മനനം ചെയ്ത് ഭഗവാനെ മാത്രം ചിന്തിച്ച് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായി. അതുകൊണ്ടാണ് ദുന്ധുകാരിക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. നമ്മൾ എത്ര സപ്താഹയജ്ഞായി കേൾക്കുന്നു അല്ലേ? ഇവിടെ തന്നെ ഇപ്പം എത്ര സപ്താഹമായി കേൾക്കുന്നു. കഴിഞ്ഞ കൊല്ലം കേട്ടത് വെള്ളിനേഴി ഹരിയ വന്നത് അസലായി സപ്താഹം കേമായി ഞങ്ങൾ കേട്ടത്. പാട്ടൊക്കെ അസലായിട്ട് പാടി നന്നായിട്ട് ഭാഗവതം കേട്ടു. അതിൻ്റെ അപ്പുറത്ത് സപ്താഹം ഉണ്ടായിരുന്നു, അവിടുന്ന് ഞങ്ങൾ കേട്ടത് തന്നെയാണ് അല്ലെ. എത്ര സപ്താഹം പറഞ്ഞു എത്ര സപ്താഹം നമ്മളിതാ കേട്ടു അല്ലേ? അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല, കേട്ടതുകൊണ്ടായില്ല. എന്ത് വേണം? അതാണ് ഗോകർണൻ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പ്രത്യേകത ഗോ ബ്രാഹ്മണാർത്ഥായ അല്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷ ഗോ പിന്നെന്താ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ഗോക്കളും ബ്രാഹ്മണരും ഒരേപോലെയാണ് പറയും. പശുക്കളും ബ്രാഹ്മണരും ഒരേപോലെയാണ്. എന്താ പശുക്കളുടെ പ്രത്യേകത? പശുക്കൾ എവിടെ പുല്ല് കണ്ടു കഴിഞ്ഞാലും വേഗം പുല്ലിനെ കഴിക്കും അല്ലേ? അല്ലാതെ തൻ്റെ യജമാനൻ്റെ സ്ഥലത്തെ പുല്ലാണോ 10 സെൻറ്റ് സ്ഥലത്ത് മാത്രം പുല്ലാണോ കഴിക്കുക? അല്ല, എവിടെ പുല്ല് കണ്ടു കഴിഞ്ഞാലും പശുക്കൾ അവിടെ നിന്നൊക്കെ പുല്ല് കഴിക്കും അല്ലേ? എന്നിട്ടോ പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ ആ പശു എന്താ ചെയ്യുക? വേഗം പുല്ല് കഴിക്കും. ഭക്ഷണമൊക്കെ വേഗം കഴിച്ച് ഒരു ഭാഗത്ത് പോയി കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പശു എന്ത് ചെയ്യും? അതിനൊക്കെ നന്നായിട്ട് അയവിറക്കും അല്ലേ? അയവിറക്കും. ഇതേപോലെയാണ് ബ്രാഹ്മണരെങ്ങനെയാ? ബ്രാഹ്മണോ ഭോജനപ്രിയ പറയും. ഭോജനപ്രിയന്മാരാണ് പറയും. എവിടുന്ന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലും ആ ഭക്ഷണമൊക്കെ എവിടുന്ന് ഭക്ഷണം കൊടുത്തു അവിടുന്നൊക്കെ ആ ഭക്ഷണം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ നന്നായിട്ട് കഴിക്കും. ഏത് ഭക്ഷണം? അറിവാകുന്ന ഭക്ഷണം. എവിടുന്നൊക്കെ അറിവ് കിട്ടുമോ അവിടുന്നൊക്കെ അറിവിനെ വേഗം സമ്പാദിച്ച് ഒരു സ്ഥലത്തിരുന്ന് വിചാരണപരം എന്ന് പറയും. വിചാരിച്ച് അതിനെ അങ്ങനെ ഉറപ്പിച്ച് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ആ വേണ്ടതിനെ പറഞ്ഞു കൊടുക്കുന്ന ആളെയാണ് എന്ത് പറയുക? ബ്രാഹ്മണര് എന്ന് പറയാം. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതാണ് ഗോകർണൻ. ആ ഗോകർണന് എല്ലാവർക്കും അറിവിനെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അവരാ കേൾക്കേണ്ടത് പോലെ കേട്ടു. അപ്പം കേൾവിക്കാർ പലതരത്തിലാണ് എന്ന് പറയും. പലതരത്തിലെ കേൾവിക്കാരുണ്ട് അല്ലേ?
എങ്ങനെ? ഒട്ടകങ്ങളെ പോലെ ആവരുത് പറയും. ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്താ? ഒട്ടകം എത്ര നല്ല ചെടികളുണ്ടെങ്കിലും മുൾച്ചെടി കഴിക്കാനായിട്ട് പുറപ്പെടും. മുൾച്ചെടി കഴിച്ച് തൻ്റെ നാവിൽ നിന്നും വരുന്നതായിരിക്കുന്ന രക്തം താൻ തന്നെ കുടിക്കുന്ന സമയത്തുള്ള ഒരു സുഖം, അതാണ് ഒട്ടകത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ ഒരിക്കലും ഒട്ടകങ്ങളെ പോലെ ആവരുത്. പിന്നെയോ തത്തയെ പോലെ ആവരുത് പറയും. തത്തമ്മയുടെ പ്രത്യേകത, തത്തമ്മേ പൂച്ച എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് തത്ത തിരിച്ചു പറയുക. അങ്ങനെ പോയാൽ കേട്ടതിനെ നന്നായിട്ട് വിചാരം ചെയ്യാനായിട്ട് സാധിക്കണം. നന്നായിട്ട് വിചാരം ചെയ്യണം. വിചാരം ചെയ്ത് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. പിന്നെ കേൾക്കുന്നവർ ആരായിരിക്കണം? അതാണ് പാരമഹംസ്യാം സംഹിതായം, ഹംസമായിട്ട് തീരണം എന്ന് പറയും. ഹംസത്തിൻ്റെ പ്രത്യേകതയോ, വെള്ളവും പാലും കൂടിയും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ മാറ്റി നിർത്തി പാലിനെ മാത്രം സ്വീകരിക്കും. അനവധി കഥകളൊക്കെ പറയും. പക്ഷെ ആ കഥയിലേക്ക് അല്ല മനസ്സ് വെക്കേണ്ടത്. അതെന്തോ ഒരു തത്വം പറയാൻ വേണ്ടിയിട്ടാണ്. ആ തത്വത്തിലേക്ക് മനസ്സ് കൊണ്ടുപോകുന്ന ആളായിട്ട് മാറാൻ സാധിക്കണം. ഭാഗവതം കേൾക്കുന്നതായിരിക്കുന്ന ആളുകൾ അതാണ് ഹംസമായിട്ട് തീരണം എന്ന് പറയുന്നത്. അല്ലേ, ഹംസമായിട്ട് തീരണം. എന്തോ പറഞ്ഞോട്ടെ അദ്ദേഹം. പക്ഷേ അതാണ് പ്രഭാഷകർക്ക് ഒരു പ്രത്യേകത ഉണ്ട് പറയും. പ്രഭാഷകരും വാനരന്മാരും ഒരേപോലെയാ പറയും. കുരങ്ങന്മാരും പ്രഭാഷകന്മാരും. എന്താ കുരങ്ങന്മാരുടെ പ്രത്യേകത? എന്താ? കുരങ്ങന്മാർ അങ്ങോട്ട് ഒരു മരം അവിടെ കണ്ടാൽ അങ്ങോട്ട് ചാടും, വേറെ മരം കണ്ടാൽ അങ്ങോട്ട് ചാടും. ഇതേപോലെയാ പ്രഭാഷകർ. അവർക്ക് എന്താണോ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് അത് എവിടെ നോക്കിയാൽ കിട്ടുക? അങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടും, അപ്പുറത്തേക്കൊക്കെ ചാടും പ്രഭാഷകർ. ഇവരെങ്ങോട്ട് ചാടണമെന്നുള്ളതല്ല കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയത്? അല്ലേ, എന്താണോ എനിക്ക് വേണ്ടത് അതിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഹംസമായിട്ട് തീരണം. അതുകൊണ്ടാണ് പാരമഹംസ്യാം സംഹിതായം. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ അധ്യായവും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ വർണ്ണിക്കണു പാരമഹംസ്യാം സംഹിതായം. ഇത് പരമഹംസ സംഹിതയാണ്. പരമഹംസ സംഹിത. സംഹിത എന്ന് പറഞ്ഞാലോ പരസന്നികരിഷ സംഹിത എന്ന് പറയും. ഒരു പദം എഴുതി അടുത്ത പദം എഴുതുന്നതിൻ്റെ മുന്നേ കുറച്ച് സ്ഥലം വിടും. അതിനാണ് സംഹിത എന്ന് പറയുക. അതിൻ്റെ ആ ദൂരത്തിനെ കുറയ്ക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം. എന്തിൻ്റെ ദൂരത്തിനെ? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ളതായിരിക്കുന്ന ദൂരത്തിനെ കുറയ്ക്കുന്നതാണ് ഭാഗവത ശ്രവണം. ഭാഗവതത്തിലെ ഓരോ അധ്യായവും, ഓരോ അധ്യായം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറകങ്ങനെ അവർക്ക് മുളച്ച് ആ ചിറക് കൊണ്ടങ്ങനെ നമ്മളങ്ങനെ ഉയർന്ന് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. പദയുഗാലയ ഹംസസംഗ. സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളുടെ ഇടയിലേക്ക് നമുക്കും ഈ ജീവാത്മാവിനെ കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് ഈ ഭാഗവതത്തിന്റെ പ്രത്യേകത. പിന്നെ ഭാഗവതത്തിന്റെ മഹാത്മ്യം ഒന്നും കൂടി വർണ്ണിച്ചു. തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപദാശനം. ഏതൊരു ഗൃഹത്തിലാണോ ശ്രീമദ് ഭാഗവത ഗ്രന്ഥമുള്ളത് അതിന് പിന്നെ ഗൃഹം എന്നല്ല പറയുക, പിന്നെയോ തീർത്ഥം എന്നാണ് പറയുക. പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമാണ് ഈ ശ്രീമദ് ഭാഗവതം. 335 അധ്യായമാണ് ഭാഗവതത്തില്. 18,000 ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതത്തിന്. ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ 32 അക്ഷരം. അപ്പം 32 അക്ഷരം ഗുണിക്കണം 18,000. എത്ര അക്ഷരമാണോ കിട്ടുന്നത് ആ അക്ഷരം മുഴുവനും ഒരു സ്ഥലത്തിരുന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, സാക്ഷാൽ ഭഗവാന്റെ ആ ശബ്ദബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതത്തിനെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ശ്രീമദ് ഭാഗവതം വായിക്കാം. സദാസേവ്യ ശ്രീമദ് ഭാഗവതം. എല്ലാ സമയത്തും ഭാഗവതത്തിനെ ഉപാസിക്കൂ. സപ്താഹമൊക്കെ ആകുമ്പോൾ അതിന് ചില ചിട്ടകളുണ്ടായിരിക്കും. സൂര്യൻ ഉദിച്ചതിന് ശേഷമേ ആരംഭിക്കാൻ പാടുള്ളൂ. കഴിയുന്നതും അസ്തമിക്കുന്നതിന് മുന്നേ ആ സപ്താഹയജ്ഞം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഭാഗവതം പാരായണം ചെയ്യുന്നതോട് കൂടിയിട്ട് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഭഗവാൻ വിശേഷപ്പെട്ടതായിരിക്കുന്ന നിവേദ്യങ്ങളൊക്കെ കൊടുക്കണം. ഭാഗവതം വായിക്കാനായിട്ട് പുറപ്പെടുന്നതോട് കൂടിയിട്ട് അനവധി സജ്ജനങ്ങൾ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ വന്നിരിക്കും. ഇവിടെ ആര് വന്നിരിക്കണു എന്നുള്ളതിനല്ല പ്രാധാന്യം, വന്നിരിക്കുന്നവർ മുഴുവനും വൈഷ്ണവരാണ്. അപ്പം ആര് മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാലും അവരെങ്ങനെ കാണാൻ പാടുള്ളൂ? വിഷ്ണുവായിട്ട് കാണണം.
അത് പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, ചെറിയ കുട്ടിയായാലും ശരി, വലിയ ആളായാലും ശരി, എല്ലാവരെയും വിഷ്ണു ഭാവത്തിൽ കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ വരുന്നതായിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടതായിരിക്കുന്ന പ്രസാദത്തിനെ വിതരണം ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ മാത്രമല്ല, ഭാഗവതം പാരായണം ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നത് അനവധി മഹർഷീശ്വരന്മാര് രൂപം മാറി അരൂപികളായി നമ്മളെ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഭാരതാദി മഹർഷീശ്വരന്മാര് നമ്മളെ കാരണവന്മാരായിരിക്കുന്ന ആളുകൾക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ശ്രീമദ് ഭാഗവത ശ്രവണം. അപ്പം നമ്മൾ ഭാഗവതം കേൾക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് രാവിലെ വന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം, നമ്മളെ മരിച്ചു പോയതായിരിക്കുന്ന കാരണവന്മാരുണ്ട് വെച്ചാൽ അവർക്കും കൂടി മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം. മാത്രമല്ല, ഭാഗവതം എവിടെ ഇരുന്നാണോ പാരായണം ചെയ്യണത്, സപ്താഹയജ്ഞം നടത്തുന്നത്, ആ സ്ഥലം തന്നെ ശുദ്ധമായിട്ട് തീരണു, യാഗഭൂമിയായിട്ട് മാറണു എന്നാ പറയാ. സപ്താഹയജ്ഞം നടത്തിക്കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടേക്ക് പ്രഹ്ലാദസ്ഥാളധാരി, പ്രഹ്ലാദൻ തുടങ്ങിയതായിരിക്കുന്ന മഹർഷീശ്വരന്മാര്, പ്രഹ്ലാദൻ തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ, ഭക്തന്മാരൊക്കെ അവിടെ എത്തിച്ചേരുന്നു. അർജുനൻ തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ രൂപം മാറി അവിടെ എത്തിച്ചേരുന്നു. സാക്ഷാൽ ഭഗവാൻ തന്നെ അവിടെ എത്തിച്ചേരുന്നു. വേദവ്യാസ മഹർഷി അവിടെ എത്തിച്ചേരുന്നു. ഭാഗവത ഗ്രന്ഥം എഴുതിയ വേദവ്യാസ മഹർഷി ആരാണോ ഭാഗവതം വായിക്കണത്, സപ്താഹയജ്ഞം നടത്തുന്നത്, ആ സ്ഥലത്ത് വേദവ്യാസ മഹർഷി എത്തിച്ചേരുന്നു. ഷോഡശവാർഷികസ്തദാ. പിന്നെ സപ്താഹയജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് 16 വയസ്സുള്ള സുന്ദരനായിരിക്കുന്ന ഒരാൾ വരുന്നു. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ എപ്പോഴാണ് സൗന്ദര്യം ഉണ്ടാവുക? അങ്ങനെയുള്ള ആൾക്കാരവിടെ കാണുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എപ്പോഴാ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുക ജീവിതത്തിൽ? 15 വയസ്സ് കഴിഞ്ഞു 16 ആയില്ല, 15 വയസ്സ് കഴിഞ്ഞു 16 ആയില്ല എന്നുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം. അത്ര സൗന്ദര്യത്തോട് കൂടിയിട്ട് ഒരാൾ സപ്താഹയജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ എത്തിച്ചേരും. ഷോഡശവാർഷികസ്തദ. ആരാണത്? ആരാണ്? ഭാഗവതം പറയുന്നതായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി, വേദവ്യാസ മഹർഷിയുടെ വ്യാസാത്മജോ, വേദവ്യാസ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി അവിടേക്ക് എത്തിച്ചേരും. എങ്ങനെ എത്തിച്ചേരും? ഭാഗവതം പഠൻ ശനൈ ശനൈ. ഓരോരോ ശ്ലോകം ഇങ്ങനെ വായിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക്, സപ്താഹ രംഗത്തിലേക്ക് ശ്രീശുക ബ്രഹ്മർഷി തന്നെ എത്തിച്ചേരുന്നു. സാക്ഷാൽ ഭഗവാൻ അവിടെ ആവിർഭവിക്കുന്നു. ഭാഗവതം വായിക്കുന്ന ആളുടെ മുന്നിൽ, ഭാഗവതം കേൾക്കുന്ന ആളുടെ മുന്നിൽ ഒക്കെ ഭഗവാൻ എങ്ങനെ വന്നിരിക്കും, കൃഷ്ണൻ എങ്ങനെ വന്നിരിക്കും എന്നാ പറയാ. ഭഗവാൻ എവിടെയാ വന്നിരിക്കുക എന്നാണ് നമുക്കറിയാത്തത്, അല്ലേ? ആരോടാണോ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ താല്പര്യം അവരുടെ അടുത്താണ് ഭഗവാൻ ഇരിക്കും. ചിലപ്പം പൂജ കഴിക്കുന്ന ആളോടായിരിക്കും കൂടുതൽ സ്നേഹം. നല്ല ശ്രദ്ധയോട് കൂടിയിട്ടാണ് പൂജ കഴിക്കണത് വെച്ചാൽ പൂവൊക്കെ അങ്ങനെ നോക്കി നന്നായിട്ട്, നല്ല പൂവ് തന്നെയല്ലേ, എന്നിട്ട് ആ പൂവ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ചു. ആരെങ്കിലും മാലയൊക്കെ കെട്ടി മുന്നിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ മാലയൊക്കെ എടുത്ത് ഭഗവാൻ അങ്ങനെ ചാർത്തി. ആരെങ്കിലും നിവേദ്യത്തിനൊക്കെ ഓരോ വസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയോട് കൂടിയിട്ട് ആ നിവേദ്യമൊക്കെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അപ്പം അദ്ദേഹത്തിനോടാവും ഭഗവാന് കൂടുതൽ സ്നേഹം, അല്ലേ? ചിലപ്പോൾ പാരായണം ചെയ്യുന്ന ആളോടായിരിക്കും ഭഗവാന് നല്ല സ്നേഹം ഉണ്ടാവുക. നല്ല ശ്രദ്ധയോട് കൂടിയിട്ടാട്ടോ ആ പാരായണം ചെയ്യണത്. എനിക്ക് കേൾക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാരായണം ചെയ്യണത്. അങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഒരാൾ പാരായണം ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ അടുത്തായിരിക്കും ഉണ്ണിക്കണ്ണൻ വന്നിരിക്കുക. ചിലപ്പോൾ പ്രഭാഷണം ചെയ്യുന്ന ആളുടെ അടുത്തായിരിക്കും ഭഗവാൻ ഇതായിരിക്കുക. നല്ല ശ്രദ്ധയോടുകൂടി ഓരോ ശ്ലോകവും അന്വയും അർത്ഥമൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഭാവാർത്ഥം അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതൊക്കെ ഭഗവാന് അവരോട് കൂടുതൽ സ്നേഹം വരുമ്പോൾ അവരുടെ അടുത്ത് ഭഗവാൻ വന്നിരിക്കും. ചിലപ്പോൾ എവിടെയാ ഭഗവാൻ ഇരിക്കുക? ഭാഗവതം കേൾക്കാനായിട്ട് വന്ന ഓരോ ആൾക്കാരുണ്ടാവും. എല്ലാത്തിനെയും മാറ്റി നിർത്തി ഒക്കെ മറന്ന് ഭാഗവതത്തിന് മുന്നിൽ അങ്ങനെ വന്നിരിക്കുന്ന ചില ഭക്തന്മാർ, ആ ഭക്തന്മാരുടെ അടുത്ത് ചിലപ്പോൾ ഭഗവാൻ തൻ്റെ മടിയിൽ കയറിയിരിക്കും, ചിലപ്പോൾ ഒക്കത്ത് കയറിയിരിക്കുമോ ഈ കൃഷ്ണൻ. കൃഷ്ണൻ എവിടെയായിരിക്കുക എന്നായിരിക്കാൻ പറയാൻ പറ്റുക. ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂർ അമ്പലത്തിൽ നോക്കി ശ്രീകോവിലേക്ക് നോക്കിയപ്പോൾ കൃഷ്ണനെ കാണുന്നില്ല. എവിടെയായി ഭഗവാൻ? എവിടെയാ കൃഷ്ണൻ ഇരിക്കണത്? എവിടെ നോക്കിയിട്ടും ഭഗവാനെ കാണില്ല. അത്രേ അവസാനം കണ്ടുപിടിച്ചു. എവിടെയാ അറിയോ കൃഷ്ണൻ ഇരിക്കണത്? ഈ അന്നൊക്കെ ഈ നമ്പൂതിരി സ്ത്രീകൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ നേരത്തെ കണ്ടില്ല, എവിടെ ഒരു കൊട, സ്വാമിയാർ വരുന്ന സമയത്ത് ഒരു കൊട, അങ്ങനത്തെ ഒരു മറക്കൊടി പിടിച്ചിട്ടാണ് വരിക. അത്രേ
ഇപ്പൊ കൃഷ്ണൻ എവിടെയായിരിക്കണത് അറിയോ? ഈ മറക്കുടേൻ്റെ മുകളിൽ കയറിയിരിക്കുക കൃഷ്ണൻ. പുണ്ണിക്കണ്ണൻ എവിടെയായിരിക്കുക എന്നുള്ളത് ആർക്കും പറയാനായിട്ട് ഇതാ സാധിക്കില്ല. നല്ല ശുദ്ധമായിരിക്കുന്ന മനസ്സാണോ അവരുടെ അടുത്ത് ഭഗവാൻ ഇതായിരിക്കൂ പറയും. മനസ്സ് ശുദ്ധമാവണമെന്ന് പറയണേ. ശുദ്ധമായിരിക്കുന്ന മനസ്സാണോ? ശുദ്ധേ മനസി ഗോവിന്ദ സ്വയമേവ പ്രകാശതേ. ശുദ്ധേ മനസി ഗോവിന്ദ. മനസ്സ് ശുദ്ധമാണെങ്കിൽ അവരുടെ അടുത്ത് ഭഗവാനതാ ഉണ്ണിക്കണ്ണൻ ഇതാ വന്നിരിക്കണം. ആ മനസ്സ് ശുദ്ധമാവാൻ നമുക്കും ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കാം. രാവിലെ 6:15 നമുക്ക് സപ്താഹ യജ്ഞം ആരംഭിക്കാം. വരുന്ന സമയത്ത് തന്നെ ഒരു പ്രദക്ഷിണം ഉണ്ടായിരിക്കും. ഭാഗവത ഗ്രന്ഥം കയ്യിൽ പിടിച്ച്, ശ്രീഫലമൊക്കെ കയ്യിലേക്ക് പിടിച്ച് ഒരു പ്രദക്ഷിണം ഭഗവാന്റെ തിരുനാമം ജപിച്ച് പ്രദക്ഷിണം കഴിഞ്ഞിട്ട് വെച്ചാൽ ആ സമയത്ത് നെയ്വിളക്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, നെയ്വിളക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ട് ഒരു പ്രദക്ഷിണം ചെയ്യാം. സപ്താഹ മണ്ഡപത്തിനുള്ള നെയ്വിളക്ക് സമർപ്പിക്കാം. സർവദോഷ പരിഹാരമായി ഭഗവാനെ വീണ്ടും നമസ്കരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു സഹസ്രനാമം, ഇപ്പോൾ സഹസ്രനാമത്തിൻ്റെയൊക്കെ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് കൊണ്ടുവരാം. പിന്നെ മസ്തകത്തിലുള്ളവർക്ക് പുസ്തകം വേണ്ട. മസ്തകത്തിലാക്കിയ ആൾക്കാരുണ്ടാവും, കാണാതെ പഠിച്ച ആൾക്കാർ അല്ലേ, അവർ പുസ്തകം കൊണ്ടുവന്നോളണമെന്നില്ല. പിന്നെ ഭാഗവത ഗ്രന്ഥമൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് രാവിലെ വരുന്ന സമയത്ത് കൊണ്ടുവരാം. ഇവിടെ ഗ്രന്ഥപൂജ ഉണ്ടായിരിക്കും രാവിലെ. ആ ഗ്രന്ഥപൂജയിൽ ഭാഗവതം കൊണ്ടുവന്ന് സമർപ്പിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ പാരായണം, പ്രഭാഷണം ഉച്ചയ്ക്കൊക്കെ 1 മണിയുടെയൊക്കെ മുന്നേ നിർത്താം. പിന്നെ വൈകുന്നേരം ഒരു സന്ധ്യാവണേൻ്റെ മുന്നേ തന്നെ നിർത്താൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് ഇതാ പ്രത്യേകമായിട്ട് ഇതാ പ്രാർത്ഥിക്കുന്നു. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുകയാണ് ആൾക്കാർ വെച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് കുറേശ്ശെ പാരായണം കഴിഞ്ഞാൽ പ്രഭാഷണം പിന്നെ പാരായണം ഒക്കെ ആയി ഓരോരോ ദിവസവും വേണ്ട രീതിയിൽ അത് നടത്താനായിട്ട് ഇതാ സാധിക്കട്ടെ. പിന്നെ ഭാഗവത ഗ്രന്ഥം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ദിവസത്തിൻ്റെ ഭാഗവത ഗ്രന്ഥം കുറച്ച് കോപ്പി വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഗുരുവായൂർ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗുരുവായൂരത്ത് കുറച്ച് ഭാഗവത ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട ആൾക്കാർക്ക് അത് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ വിഷ്ണു സഹസ്രനാമം, നാരായണ കവച മന്ത്രം, കീർത്തനങ്ങൾ ഇതൊക്കെ അടങ്ങിയ സുകൃതം എന്നു പേരായ ഒരു പുസ്തകം അതും കൊണ്ടുവന്നിട്ടുണ്ട്. ഭജനയൊക്കെ ഉള്ളതായിരിക്കുന്ന പുസ്തകമാണ്. പണ്ട് ഭാഗവത ആചാര്യന്മാരൊക്കെ ചൊല്ലിയിരുന്ന കീർത്തനങ്ങളൊക്കെ അടങ്ങിയ ഒരു പുസ്തകമാണ് സുകൃതം. അതും കുറച്ച് കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടവർക്ക് നാളെ ഇവിടെ നിന്ന് ഭാഗവതം അതും ഇവിടുന്ന് ലഭിക്കുന്നതാണെന്ന് കൂടി അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് തൽക്കാലം ദീപാരാധനയോട് കൂടിയിട്ട് സമർപ്പിക്കാം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാവിലെ വരുമ്പോൾ എല്ലാവരും പൂക്കളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.